Now we can see women empowerment and various initiatives for women. So നമ്മുടെ സ്ത്രീ ശാക്തീകരണം അതുപോലെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുത്തേക്കുന്ന ചില ഇനിഷ്യേറ്റീവ്സ് നോക്കാം. നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ സൈസ് നോക്കുമ്പോൾ മൊത്തം പോപ്പുലേഷന്റെ ഏകദേശം 52% വുമൺ ആണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ സി ദ സെക്സ് റേഷ്യോ ഇൻ കേരള ഈസ് ദ ഹയസ്റ്റ് എമംഗ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. 1084 ആണ്, 1084 ആണ് കേരളത്തിൽ സെക്സ് റേഷ്യോ. ആൻഡ് ഓൾസോ if you are seeing the education and health indicators of women in Kerala, we are the best among the rest of India. മറ്റ് സംസ്ഥാനത്തെ അപേക്ഷിച്ച് ഇവിടുത്തെ ലിറ്ററസി റേറ്റ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ ഇൻഡിക്കേറ്റർ ആയാലും മെട്രോ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫീമെയിൽ ഫീറ്റിസൈഡ് അബോളിഷൻ അങ്ങനെ പല കാര്യങ്ങളിലും വി ക്യാൻ സി കേരള ഈസ് ദ ബെസ്റ്റ്. ആൻഡ് ലിറ്ററസി റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, കേരള ഹാസ് ദ ഹയസ്റ്റ് ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ. അതുപോലെ 2010 സോ ഡ്യൂറിംഗ് ദ VS ഗവൺമെന്റ് നമ്മുടെ കേരള ഗവൺമെന്റ് ഹാസ് ഇനിഷ്യേറ്റഡ് എ ലെജിസ്ലേഷൻ ടു എൻഷുർ 50% റിസർവേഷൻ ഫോർ വുമൺ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റില് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 50% വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനായിട്ട് ഒരു ആക്ട് ഗവൺമെന്റ് പാസ്സാക്കിയിരുന്നു 2010 സമയത്ത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 50% സ്ത്രീകളുടെ സംവരണം ഗവൺമെന്റ് ഉറപ്പുവരുത്തി. അതുപ്രകാരം നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ യു ക്യാൻ സി 602 വുമൺസ് ഇപ്പം 1200 ലോക്കൽ ബോഡീസിൽ ഹെഡ് ചെയ്യുന്നുണ്ട്. സോ ഔട്ട് ഓഫ് 1200 ലോക്കൽ ബോഡീസ് 602 വേർ വുമൺ 100 ലോക്കൽ ബോഡീസ് എന്ന് കാണാം. അതുപോലെ നമ്മുടെ കേരളത്തിലെ ചൈൽഡ് പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞിരുന്നു 23.44% ആണ് ആഫ്റ്റർ 2011 സെൻസസ്. അതിൽ 48% വുമൺ ആണ്. ആൻഡ് നമ്മുടെ ദേശീയരാശിയെ അപേക്ഷിച്ച് ദ ഫീമെയിൽ ഹെഡ് ഹൗസ് ഹോൾഡ് എണ്ണവും നമ്മുടെ കേരളത്തിൽ കൂടുതലാണ്. സോ ഇൻ ദ നാഷണൽ ലെവൽ only 11% of household in India are female headed. സോ സ്ത്രീകൾ ഹെഡ് ചെയ്യുന്ന 11% ഹൗസ് ഹോൾഡ് മാത്രമേ ഇന്ത്യയിൽ ഉള്ളൂ. അതില് കേരളം നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഹൗസ് ഹോൾഡിലെ 22% ഹൗസ് ഹോൾഡും ഫീമെയിൽ ആണ് ഹെഡ് ചെയ്യുന്നത്. സോ അത് കാണിക്കുന്നത് എന്താണ്? ദ എംപവർമെന്റ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ആണ്, അല്ലെങ്കിൽ എംപവർമെന്റ് ഓഫ് വുമൺ ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് വുമൺ ഇൻ കേരള നോക്കുമ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്ടൻസി, സെക്സ് റേഷ്യോ ഇവയെല്ലാം എന്താണ് നമ്മുടെ കേരളത്തില് പോസിറ്റീവ് സൈഡ് ആണ്. ആൻഡ് ഇതെല്ലാം നാഷണൽ ആവറേജിനേക്കാൾ മികച്ചതാണെന്ന് കാണാം. ഇപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് വുമൺ ഇൻ കേരള നോക്കുമ്പോൾ ഇറ്റ് ഈസ് 77.9 ആണ്. ആൻഡ് വിച്ച് ഈസ് ഹയർ ദാൻ ദ നാഷണൽ ആവറേജ്. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണെന്ന് ഈ പറഞ്ഞ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് വുമൺ ഇൻ കേരള. അതുപോലെ കേരളത്തിലെ ലൈഫ് എക്സ്പെക്ടൻസി സ്ത്രീകളുടെയാണ് കൂടുതൽ. പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്ടൻസി ആണ് കൂടുതൽ കാണാം. 77.9 ആണ് സ്ത്രീകളുടെ ലൈഫ് എക്സ്പെക്ടൻസി എങ്കിൽ പുരുഷന്മാർക്ക് അത് താഴെയാണ് എന്ന് കാണാം. അപ്രോക്സിമറ്റ്ലി 72 അടുപ്പിച്ചൊക്കെയാണ് പുരുഷന്മാരുടെ ലൈഫ് എക്സ്പെക്ടൻസി കേരളത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻ ദ എൻറോൾമെന്റ് റേഷ്യോ, ഇപ്പം സ്കൂളുകളിൽ ലോവർ തലത്തിലൊക്കെ നോക്കുമ്പോൾ മെയിൽ അല്ലെങ്കിൽ ബോയ്സ് ആണ് കൂടുതൽ എൻറോൾ ചെയ്യപ്പെടുന്നത്. മൊത്തം എൻറോൾമെന്റിൽ 48% മാത്രമേ, അല്ലെങ്കിൽ 49% മാത്രമേ ഗേൾസ് ഉള്ളൂ. എന്നാൽ യു ക്യാൻ സി ഇൻ ദ ഹയർ എഡ്യൂക്കേഷൻ, ഡിഗ്രി എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇവിടെയെല്ലാം സ്ത്രീകളുടെ അല്ലെങ്കിൽ ഗേൾസിന്റെ എൻറോൾമെന്റ് എന്താണ് കൂടുതലാണ്. ആൻഡ് ഡിഗ്രി ലെവൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഇൻ ദ ഡിഗ്രി ലെവൽ ഓർ PG ലെവൽ യു ക്യാൻ സി ദ എൻറോൾമെന്റ് ഓഫ് ഗേൾസ് ഈസ് മോർ ദാൻ ബോയ്സ് എന്ന് കാണാം. അതുപോലെ തന്നെ in the recent years there was an increase in the women employment in various departments. മുന്നേ സ്ത്രീ പ്രാതിനിധ്യം കുറവുള്ള മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വരുന്നുണ്ട്. അതുപോലെ ഈ ഇടയ്ക്ക് നമ്മുടെ കേരള ഗവൺമെന്റ്, കേരള PSC has initiated the recruitment of women in ഫയർഫോഴ്സ്. സോ ഫയർഫോഴ്സിൽ നേരത്തെ സ്ത്രീകൾക്ക് അനുമതി ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താ സ്ത്രീകൾക്ക് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ എന്താ ഗവൺമെന്റ് PSC എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അപ്പൊ അവരെ റിക്രൂട്ട് ചെയ്യാനായിട്ട് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പോലീസ് ആൻഡ് എക്സൈസിലും യു ക്യാൻ സി ദർ ഈസ് ഇൻക്രീസ് ഇൻ ദ എംപ്ലോയ്മെന്റ് ഓഫ് വുമൺ. നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ്, നമ്മുടെ കോഴ്സിലെ ഒരു സ്റ്റുഡന്റ് ആൻസി മാം, ഷീ സെക്യൂർഡ് 3rd റാങ്ക് ഇൻ ദ എക്സൈസ്
ഓഫീസർ. സോ ഞാനിത് പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന് എക്സൈസ് ഓഫീസർ റാങ്കിൽ 3rd റാങ്ക് ഉണ്ട്. നമ്മുടെ സ്പോൾ കേരള ലെവലില് 3rd റാങ്ക് ഉണ്ട്. അപ്പം കൺഗ്രാറ്റ്സ് ടു ആൻസി മാം. ആൻഡ് ഷീ ഇൻഫോം മീ, എന്നോട് കഴിഞ്ഞ മാസം ഇൻഫോം ചെയ്തിരുന്നു, പക്ഷെ അത് പറയാൻ വിട്ടുപോയി ക്ലാസ്സിൽ. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ വായിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. സോ കൺഗ്രാറ്റ്സ് മാം ഫോർ ദ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ആൻഡ് അതുപോലെ തന്നെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2019-20 നോക്കുമ്പോൾ നമ്മുടെ കേരളത്തില് വുമൺ മാനുഫാക്ചറിംഗ് മേഖലയിൽ എന്താണ് ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. നിർമ്മാണ മേഖലയിൽ പ്രത്യേകിച്ച് ഇൻഡസ്ട്രീസിൽ യു ക്യാൻ സി ദ പ്രപ്പോർഷൻ ഓഫ് വുമൺ ഇൻ കേരള ഈസ് ഹൈ കമ്പയർഡ് ടു ഓൾ ഇന്ത്യ ആവറേജ്. നമ്മുടെ നാഷണൽ ലെവൽ ആവറേജിനെക്കാളും മാനുഫാക്ചറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ പ്രപ്പോർഷൻ നോക്കുമ്പോൾ കേരളത്തിൽ എന്താണ് കൂടുതലാണ്. സോ ദ പ്രപ്പോർഷൻ ഓഫ് വുമൺ ഇൻ മാനുഫാക്ചറിംഗ് ഈസ് ഹൈ ഇൻ കേരള കമ്പയർഡ് ടു ഓൾ ഇന്ത്യ ആവറേജ് എന്ന് കാണാം. ആൻഡ് ഇതിന് പ്രധാന കാരണം the employability of women or the employment of women in various traditional industries ആണ്. ഇപ്പൊ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, പവർ ഇൻഡസ്ട്രി, കാഷ്യൂ ഇൻഡസ്ട്രി, ഇവിടെ നോക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദി സെക്ടർ ആർ വുമൺ ആണ്. ഇപ്പം കശുവണ്ടി വ്യവസായം ആയാലും, അതുപോലെ കയർ വ്യവസായമായാലും, ഖാദി ആയാലും, കൈത്തറി ആയാലും, ഇവിടെ എല്ലാം സ്ത്രീകളാണ് എന്ത് മെജോറിറ്റി വർക്ക് ചെയ്തേക്കുന്നത്. സോ ദ മെജോറിറ്റി ഓഫ് ദ വുമൺ വർക്കിംഗ് ഇൻ ദി സെക്ടർ ആർ വുമൺ എന്ന് നമുക്ക് കാണാം. And also that is why the proportion of women in manufacturing is high in Kerala compared to India. ഇന്ത്യൻ അപേക്ഷിച്ച് എന്തുകൊണ്ട് കേരളം മുന്നോട്ടിരിക്കുന്നു വെച്ചാൽ ഇപ്പോ കാഷ്യൂ മേഖലയിലും അതുപോലെ കോയർ മേഖലയിലുള്ള സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ്. അതുപോലെ തന്നെ യു ക്യാൻ സി ബിക്കോസ് ഓഫ് ദിസ് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് വുമൺ ഇൻ ദിസ് ലോ റെമ്യൂണറേറ്റീവ് ഇൻഡസ്ട്രി. ഈ പറഞ്ഞ പരമ്പരാഗത വ്യവസായം എന്ന് പറയുമ്പോൾ വലിയ ഇൻകം നൽകുന്ന ഇൻഡസ്ട്രി അല്ല, പക്ഷെ എന്താ അവർക്കൊരു മിനിമം സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് എൻഷുർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ത്രീകൾ കൂടുതൽ അതിൽ പങ്കെടുക്കുന്നു. ആൻഡ് പങ്കെടുക്കുന്ന ഭാഗമായിട്ട് യു ക്യാൻ സി ദിസ് മെമ്പേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ വെൽഫെയർ ഫണ്ട് ബോർഡ്സ് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ഈ പറഞ്ഞ പല വെൽഫെയർ ഫണ്ട് ബോർഡിലും ഫീമെയിലിന്റെ മെമ്പർഷിപ്പ് എന്താ വളരെ കൂടുതലാണ്. അതിന് കാരണം എന്താ ദർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ട്രഡീഷണൽ ഇൻഡസ്ട്രി ആണ്. അതുപോലെ ഇൻ ദ ഓർഗനൈസ് സെക്ടർ യു ക്യാൻ സി ദ പ്രപ്പോർഷൻ ഓഫ് വുമൺ ഈസ് ജസ്റ്റ് 43.67%. മൊത്തമുള്ള ഓർഗനൈസ്ഡ് വർക്കേഴ്സിൽ 43.6% മാത്രമേ വുമണുള്ളൂ, ബാക്കിയെല്ലാം മെയിലാണെന്ന് കാണാം. അതുപോലെ നമ്മുടെ MG നരേഗ സ്കീം, അതിൽ 90% ഓഫ് വർക്കേഴ്സ് ആ വുമൺ ആണ്. ആ സ്കീം പറയുന്നത് 1/3 ഷുഡ് ബി മിനിമം വുമൺ എന്നാ പറയുന്നത്. മനരേഗ സ്കീമിൽ പറയുന്നത് എന്താണ്? മിനിമം 1/3 ഓഫ് ദ എംപ്ലോയീസ് ഷുഡ് ബി വുമൺ എന്നാ പറഞ്ഞത്. എന്നാൽ കേരളത്തിലെ കേസിൽ 90% വർക്കേഴ്സും എന്താ ഈ പറഞ്ഞ വുമൺ ആണ്. അതിന് കാരണം എന്താണെന്ന് പറയാമോ? വൈ മെജോറിറ്റി ഓഫ് ദ അല്ലെങ്കിൽ 90% ഓഫ് വർക്കേഴ്സ് ഇൻ മനരേഗ ഈസ് വുമൺ? ക്യാൻ യു കോട്ട് ദ റീസൺ? എന്താന്ന് പറയാമോ? എന്തുകൊണ്ടാണ് സ്ത്രീകളാണ് പരമാവധി മനരേഗയിലെ തൊഴിലാളികൾ? ഒരു സിമ്പിൾ കാരണമാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താ? വേജസ് ആണ് സർ. ഇതോ വേജസിന്റെ കാര്യം കൊണ്ടാണ്. വേജസിന്റെ കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു മെയില് ജോലിക്ക് പോകുന്ന വെച്ചോ, ഒരു മെയില് എന്തെങ്കിലും നിർമ്മാണ മേഖലയിൽ പോവാണെങ്കിൽ അയാൾക്ക് മിനിമം ഒരു 800 രൂപ കിട്ടും. ഇപ്പൊ ഒരു പറമ്പ് കിടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു അൺസ്കിൽഡ് ജോബ് ചെയ്യാൻ പോകുന്ന വെച്ചോ, കൃഷി മേഖലയാണെങ്കിൽ പോലും വി ക്യാൻ സി ദർ ഈസ് വേജ് ഡിസ്പാരിറ്റി ഇൻ കേരള. നമ്മുടെ കേരളത്തില് ഒരു വേജ് ഡിസ്പാരിറ്റി ഉണ്ട്, അത് സമ്മതിച്ചേ പറ്റൂ. ഈ വേജ് ഡിസ്പാരിറ്റി കുറവാണ്, നാഷണൽ ആവറേജിനേക്കാൾ കുറവാണെങ്കിൽ പോലും there is wage disparity in Kerala. ഇപ്പൊ തന്നെ നിർമ്മാണ മേഖലയിലെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ കട്ട ചുമന്ന സ്ത്രീകളുണ്ട്, അതുപോലെ ഈ ചാന്ത് കുഴയ്ക്കാൻ സഹായിക്കുന്ന സ്ത്രീകളുണ്ട്. ആൻഡ് ഇവർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കിട്ടുന്ന വേജും ഒരു മെയിൽ വർക്കർ സെയിം ജോലി ചെയ്യുന്ന വേജും എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ ഇൻ കാർഷിക മേഖല ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഈ പറഞ്ഞ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു. ആൻഡ് അവർ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചാൽ കറ്റ് കൊയ്യലോ അല്ലെങ്കിൽ കള പറിക്കലോ ഒക്കെ ആയിരിക്കും. ആ സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വേജ് ചിലപ്പോൾ 500 ആയിരിക്കും. ആ സെയിം ജോബ് ഒരു മെയിൽ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന 800 രൂപയാണ്. സോ മനരേഗയുടെ വേജ് നോക്കുമ്പോൾ എത്ര വരുന്നുള്ളൂ? ഒരു 350-400 രൂപ കൂടി വരുന്നില്ല മനരേഗയുടെ വേജ്. സർക്കാർ സപ്പോർട്ട് കൂടെ കേരള ഗവൺമെന്റ് സപ്പോർട്ടും ഉൾപ്പെടെ നോക്കുമ്പോൾ 400 രൂപ കൂടുതലും വരുന്നില്ല. അപ്പം കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ കേരളത്തിൽ പറയുമ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റ് സപ്പോർട്ട് കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം കൂടാതെ ഒരു എക്സ്ട്രാ ഇൻസെന്റീവ് എന്ത് ചെയ്യുന്നുണ്ട്?
കേരള ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ വേജ് കൂടിയ പോലും എന്താണ്, ഇറ്റ് ഈസ് നോട്ട് മോർ ദാൻ 400. അതുകൊണ്ട് തന്നെ ഒരു ആണ് വേറൊരു മേഖല വർക്ക് ചെയ്യാൻ പോകുന്ന വെച്ചോ, ഇപ്പം നിർമ്മാണ മേഖലയിലോ അല്ലെങ്കിൽ ഒരു പാടത്ത് പണിക്ക് പോകുന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കിളയ്ക്കാൻ പോകുന്നോ, എന്താ അയാൾക്ക് കിട്ടുന്ന വേജ് 800 ആയിരിക്കും അല്ലെങ്കിൽ 900 ആയിരിക്കും. ഇപ്പൊ നിർമ്മാണ മേഖലയിൽ തന്നെ പറയട്ടെ, ഇപ്പം തേക്കുന്നുണ്ടല്ലോ, ചാന്ത് കുഴച്ച് തേക്കുന്ന ആള്, ഇപ്പം മേസൺസ്, അവർക്ക് കിട്ടുന്ന വേജ് 1100 ഒക്കെയാണ്. നല്ലൊരു പ്രഗത്ഭനായ വ്യക്തിയാണെങ്കിൽ 1000, 1100, 1200 ഒക്കെയാണ്. എന്നാൽ നേരെ മറിച്ച് സപ്പോർട്ടീവ് വരുന്ന സ്റ്റാഫ് ഉണ്ടല്ലോ, സപ്പോർട്ടീവ് വരുന്ന സ്റ്റാഫ്, ആൻഡ് ഈ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുന്നത് 800, 900, 1000 അല്ലെങ്കിൽ 800, 900 ഒക്കെ ആയിരിക്കും. സോ ഇങ്ങനൊരു വേജ് ഡിസ്പാരിറ്റി ഉള്ളത് തന്നെ മെയിൽ വർക്കേഴ്സ് വിൽ നോട്ട് ബി പ്രിഫറിംഗ് ടു വർക്ക് അണ്ടർ എം ജി നരേഗ വർക്ക് ചെയ്യുന്നത് എന്താ, അത്ര പ്രിഫർ ചെയ്യത്തില്ല. ഈവൻ ദോ ഈ പറഞ്ഞ വർക്ക് എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്, രണ്ടും സെയിം വർക്കാണ്, അല്ലെങ്കിൽ രണ്ടും ടൈം മാറുന്നില്ല, ടൈം ഷെഡ്യൂൾ മാറുന്നില്ല. കാരണം ഈ പറഞ്ഞ ഇവർക്ക് എന്താ കൃത്യമായ അറ്റൻഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചുമ്മാ പോകാൻ പറ്റില്ല. അപ്പം ഇവർ നോക്കുമ്പോ എന്താ അവിടെ പോയി മെച്ചം അതാണ്, അതുകൊണ്ട് തന്നെ എന്താ അവർ പോകും. എന്നാൽ വുമൺ ഡേസ് പറയുമ്പോൾ വുമൺ ഈസ് നോട്ട് ഹാവിങ് മച്ച് വർക്ക്. ഇപ്പം ഒരു മെയിലിന് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി പോലെ അൺസ്കിൽഡ് ജോബ് വുമൺ എന്താണ് കുറവാണ്. ഇപ്പം വുമൺ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ ഹോംമെയിനായിട്ട് പോകുന്നുണ്ട്, ഈ വീട്ടു ജോലിക്ക് സഹായത്തിന് പോകുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർഷിക മേഖലയില് കർഷക തൊഴിലാളിയായിട്ട് പോകുന്നു. അപ്പൊ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി കുറവാണ്. പക്ഷെ മെയിൽ അങ്ങനല്ല. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പൊ ഈ സിമെന്റ് വെച്ച് തേക്കുന്ന സിമെന്റ് തേക്കുന്ന അല്ലെങ്കിൽ കട്ട കെട്ടുന്ന അല്ലെങ്കിൽ നിർമ്മാണ മേഖലയില് നമ്മൾ പറയുന്ന മെയിൻ മേസ്ത്രി എന്ന് പറഞ്ഞ ആള്, അത് മെജോറിറ്റി കേസിലും മെയിലാണ്. ഞാൻ ഫീമെയിൽ ആരെ കണ്ടിട്ടില്ല. മെജോറിറ്റി ഓഫ് ദി മേസ്ത്രീസ് ഇൻ കേരള മെയിലാ. എന്തുകൊണ്ട് ഫീമെയിൽ വരുന്നില്ല? അതാണ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവർക്കുള്ള അവസരം എന്താണ് പല മേഖലയിലും കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല. സോ ദേ ചൂസ്. ഒന്നുമില്ലായ്മ എന്തിലുള്ളത് എന്ന രീതിയിലാണ് എന്ത് മൻരേഖയിൽ പോകുന്നത്. കാരണം മൻരേഖയിലെ പേജ് എന്ന് പറഞ്ഞാൽ വലിയ പേജൊന്നും അല്ല, എങ്കിലും അവർ പോകുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് മറ്റ് ജോലികൾ കിട്ടുന്നില്ല, അല്ല അവിടെ കിട്ടുന്ന വേജ് ആയാലും എന്താ കുറവാണ്. സോ ദേ പ്രിഫർ ടു വർക്ക് ഇൻ ദിസ് സെക്ടർ. ഓക്കെ, ആൻഡ് നൗ വി ക്യാൻ സീ ദ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ കേരള. അതില് ഫസ്റ്റ് പറയേണ്ട ഇഷ്യൂ ആണ് നമ്മുടെ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ. 1956 കേരളം രൂപീകരിക്കുന്നത്, അറിയായിരിക്കുമല്ലോ. ഇപ്പം ഏകദേശം 67 വർഷം കഴിഞ്ഞു, അല്ലെ? നമ്മൾ 20 വർഷത്തേക്ക് ആകാൻ പോവാണ്. സോ ഈ പറഞ്ഞ 70 ഇയേഴ്സോളം ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഒരു വുമൺ മുഖ്യമന്ത്രി ഇല്ല. സോ പണ്ടൊരു സ്ലോഗൻ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ പലരും കേട്ട് കാണും, കേരം നിന്നും കേരളനാട് KR ഗൗരി ഭരിച്ചുവിടും. KR ഗൗരിയമ്മയെ പറ്റി പണ്ടൊരു സ്ലോഗൻ ഉണ്ടായിരുന്ന. പക്ഷെ പിൽക്കാലത്ത് എന്താ അത് നടന്നില്ല. KR ഗൗരിയമ്മ അവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താകുകയൊക്കെ ചെയ്തു, അങ്ങനെ കുറെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അത് പോട്ടെ. സോ അതിനുശേഷം ഒരു സ്ട്രോങ് ലീഡർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല, വുമൺ ലീഡർ ഉണ്ടായിട്ടില്ല. അപ്പൊ KR ഗൗരിയമ്മ വാസ് എ സ്ട്രോങ് ലീഡർ. ആ സമയത്ത് ഈ പറഞ്ഞ സിസ്റ്റത്തോടൊപ്പം അടിച്ചു നിന്നൊരു ലീഡറായിരുന്നു ഈ പറഞ്ഞ KR ഗൗരിയമ്മ. പിന്നെ പറയുകയാണെങ്കിൽ സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വളരെ കുറവാണ്. ഇപ്പം ഒരു മെയിൽ ലീഡറിനെ പോലെ അത്ര കരിഷ്മാറ്റിക് ആയിട്ടുള്ള, അത്ര എന്തൂസിയാസം ഉള്ള ലീഡർ KR ഗൗരിയമ്മയെ പോലെ ഇത്ര ലീഡർ പറയണമെങ്കിൽ എന്താ കേരളത്തിൽ കുറവാ. ഇത് നമ്പർ എടുത്തു നോക്കുമ്പോൾ, മെയിൽ ഫീമെയിൽ നമ്പർ എടുത്തു നോക്കുമ്പോൾ എന്താ വളരെ കുറവാ. ഇപ്പൊ തന്നെ നാഷണൽ ലെവലിലെ, ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഈ പറഞ്ഞ 75 or 77 ഇയേഴ്സിലെ ഏറ്റവും എന്താണ് ശക്തിയായ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വുമണാണ്. കാരണം ഇതുവരെയുള്ള ഒരു പ്രധാനമന്ത്രിയും നേരിടത്ത വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇതുവരെയുള്ള പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ശക്തിയായ ഒരു പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. നേരെ എടുത്തു നോക്കിയുള്ളൂ. ഇപ്പൊ 1947 തൊട്ട് ഇപ്പൊ 2023-24 എടുത്തു നോക്കുമ്പോൾ ദ സ്ട്രോങ്സ്റ്റ് PM ഇൻ ഇന്ത്യ ടിൽ ഡേറ്റ് പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ഇന്ദിരാഗാന്ധി. സോ ആ ഒരു ആ ഒരു കരിഷ്മ, അല്ലെങ്കിൽ ആ ഒരു വിസ്ഡം, അല്ലെങ്കിൽ ആ ഒരു ഒരു ബോൾഡ്നെസ് ഇതൊന്നും വേറെ എവിടെ ഇല്ല. കാരണം മീഡിയ അഡ്രസ് ചെയ്യുന്ന കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ പറയുന്ന കാര്യത്തിലായാലും ഷി വാസ് വെരി സ്ട്രോങ്. അതിൽ ഉറച്ചിരിക്കുകയും ചെയ്യും, അത് ഇംപ്ലിമെന്റ് ചെയ്യും എല്ലാ കാര്യത്തിലും. ഇപ്പൊ തന്നെ ആ സമയത്ത് അറിയാം, കോൺഗ്രസ് തന്നെ വേർപെടുന്നു പോകുന്നത്, കോൺഗ്രസ് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. കാരണം പറയുമല്ലോ, സ്പ്ലിറ്റ് ആണ് കോൺഗ്രസ്. അങ്ങനെ കോൺഗ്രസ് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അതിനുശേഷം വരുന്ന ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഇന്ദിരാഗാന്ധിക്ക് പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹർ ആറ്റിറ്റ്യൂഡ് ആണ്.
സോ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ലീഡർ ആയിരുന്നു ഇന്ദിരാഗാന്ധി. ആൻഡ് യു ക്യാൻ സി നമ്മുടെ കേരളത്തിൽ എന്താ വി ലാക്സ് അങ്ങനെ ലീഡർ എന്താ നമ്മൾ ലാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ കേരളത്തിലുള്ള വനിതാ എംപിമാരുടെ എണ്ണമായാലും അതുപോലെ വനിതാ എംഎൽഎമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും ദാറ്റ് ഈസ് വെരി ലോ എന്ന് കാണാം. ആൻഡ് റീസെന്റ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് പാസ്ഡ് എ വുമൺ റെപ്രസെന്റേഷൻ ബിൽ ഇൻ ദ പാർലമെന്റ്. അത് ആക്ട് ആയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഉടനെ തന്നെ അടുത്ത ഇലക്ഷനിൽ ഈ പറഞ്ഞ 31% വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയണമെന്നില്ല. 29 ആകുമ്പോഴാണ് ആവുമെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. കാരണം ഇപ്പൊ ഉടനെ ഒന്നും അത് നടപ്പിലാവത്തില്ല. കാരണം സീറ്റൊക്കെ റിസർവ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കുറെ മാറ്റം വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ 24 കാണത്തില്ല, 29 ആകുമ്പോൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സോ നോർത്തു നോക്കൂ, ഇത്ര നാളായിട്ടും വി കുഡ് നോട്ട് എൻഷുവർ ദ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ അവർ പൊളിറ്റിക്കൽ സിനാരിയോ. സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ചലഞ്ച് തന്നെയാണ്. അത് നാഷണൽ ലെവലായാലും ഇന്ത്യൻ ലെവലായാലും. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ 16th ലോകസഭയില് ക്യാൻ സി 12% ഓഫ് ദ മെമ്പേഴ്സ് ആർ വുമൺ. ഓൺലി 12%. 12% മാത്രമേ എന്തുള്ളൂ ഇപ്പോഴുള്ളൂ. ആ നമ്മുടെ കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ആകെ ഒരൊറ്റ വുമൺ മാത്രമാണ് എന്ത് പാർലമെന്റിൽ പോയേക്കുന്നത്. ഒരൊറ്റ വുമൺ മാത്രമാണ് കേരളത്തിൽ നിന്ന് പാർലമെന്റിൽ പോയേക്കുന്നത്. സോ മൊത്തമുള്ള 20 സീറ്റില് ഒരു ഒറ്റ സ്ത്രീ മാത്രമാണ് പാർലമെന്റിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. അതുപോലെ അസംബ്ലി നോക്കുമ്പോൾ, നമ്മുടെ നിയമസഭ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 10% ഓഫ് സീറ്റ്സ് വേർ വുമൺ. 10% താഴെയാണ് അത് സ്ത്രീകളുടെ പ്രാതിനിധ്യം കാണാം. അതുപോലെ മറ്റൊരു ചലഞ്ചാണ് ക്രൈംസ് അഗൈൻസ്റ്റ് വുമൺ ആൻഡ് പെൻഡിങ് കേസസ്. ഇപ്പൊ സ്ത്രീകൾക്കെതിരെ നേരിടുന്ന ചലഞ്ചസ് ലൈക്ക് മൊളസ്റ്റേഷൻ, അതുപോലെ റേപ്പ് വിക്ടിംസ് ഉണ്ട്, അതുപോലെ ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് കേട്ടോ. ഈ റീസെന്റ് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ ഹസ്ബൻഡ്സിന്റെ ഡൊമസ്റ്റിക് വയലൻസ് പ്രകാരം സൂയിസൈഡ്സ് നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗറി കേസസ് അതിന്റെ ഭാഗമായിട്ട് ആത്മഹത്യ ഉണ്ടാവുന്നു. അതും ആത്മഹത്യ എന്ന് പറയുകയാണെങ്കിൽ ഈ ഇടയ്ക്ക് യു മറ്റ് സീൻ എ ഡോക്ടർ, ഒരു യങ് ഡോക്ടർ ഹാസ് കണ്ടക്ടഡ് സൂയിസൈഡ് ബിക്കോസ് ഓഫ് ദിസ് ഡൗറി ഇഷ്യൂ. ഈ ഡൗറി ഇഷ്യൂന്റെ ബേസിൽ ഒരു യങ് ഡോക്ടർ, യുവ ഡോക്ടർ ആത്മഹത്യ ചെയ്തു. അപ്പൊ നോർത്ത് നോക്കൂ എത്രമാത്രം ട്രോമ ഫേസ് ചെയ്ത് കാണും. ഡോക്ടറൊക്കെ ആത്മഹത്യ ഉണ്ടെങ്കിൽ ഷീ മൈറ്റ് ഫേസ് ടു മച്ച് ട്രോമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്, അതിനുശേഷമായിരിക്കും ആത്മഹത്യ ചൂസ് ചെയ്യുന്നത്. സോ യു ക്യാൻ സി ദർ ഇസ് ഇൻക്രീസ് ക്രൈംസ് വേരിയസ് സിനാരിയോ വഴി ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ലെവലിൽ എന്താ പലപ്പോഴും വയലൻസ് ഉണ്ടാവുന്നുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്ത കേസ് മാത്രമാണ് കേട്ടോ. ഞാനീ പറയുന്ന റിപ്പോർട്ട് ചെയ്ത കേസാ. എന്നാൽ ദർ ആർ 2 അൺറിപ്പോർട്ടഡ് കേസസ്. ഈ പറഞ്ഞ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ധാരാളം കേസുണ്ട്. നമ്മൾ അറിഞ്ഞ കേസുകൾ തന്നെ നോക്കുമ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ക്രൈംസിൽ ഏകദേശം 27% മോസ്റ്റേഷൻ ആണ്. 27%ഓളം ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ്, നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അത് ഈ പറഞ്ഞ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സ് ആയിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, ഹസ്ബൻഡ് അമ്മയായിരിക്കാം. സോ നമ്മൾ ഇപ്പോഴും അമ്മയെ പോലും ഇതൊക്കെ ഉണ്ടെന്നുള്ള വസ്തുത. സോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് നോക്കും എത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നമ്മൾ ലിറ്ററേറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ലിറ്ററേറ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, നമ്മളെ വിസ്ഡം ഉണ്ടായിരിക്കണം. നമ്മൾ പറയുന്ന പലപ്പോഴും പറയുന്ന കാര്യമാണ്, പ്രായം കൂടുന്തോറും വൈസ് ആവണം. എന്താ പറയുമോ, പ്രായം കൂടുന്തോറും വൈസ്, WISE, പ്രായം കൂടുന്തോറും ഇഫ് യു ആർ ഗെറ്റിംഗ് ഓൾഡർ യു ഹാവ് ടു ബി വൈസ്, നോട്ട് വയസ്. വയസ്സല്ല, വയസ്സാവും തോറും വൈസ് ആവണം എന്ന് പറഞ്ഞ പോലെ ഈ വയസ്സാവുന്നില്ല, വയസ്സാവുന്നേ ഉള്ളൂ. കൺഫ്യൂഷൻ ആവരുത്. സോ എന്താ പറയുന്നത്, അതൊരു ചലഞ്ചാണ്. അതുപോലെ ലാക്ക് ഓഫ് എന്റർപ്രണർഷിപ്പ്, സംരംഭത്വം സ്ത്രീകൾക്കിടയിൽ എന്താ, ഇറ്റ് ഈസ് ലെസ്. ഉണ്ട്, സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ഉണ്ട്, പക്ഷെ എന്താ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ലോ എന്ന് കാണാം. അതുപോലെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഒരു ചലഞ്ചാണ്. നമ്പർ ഓഫ് വുമൺ കറന്റ് എന്താ ഒരു ഇൻക്രീസ് ഉണ്ട് നാഷണൽ ലെവലിലും കേരള ലെവലിലും. യു ക്യാൻ സി നമ്മൾ റീസെന്റ് നടന്ന പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാം. പക്ഷെ ദാറ്റ് ഇംപ്രൂവ്മെന്റ് ഈസ് നോട്ട് മച്ച് സാറ്റിസ്ഫാക്ടറി എന്ന് കാണാം. അതുപോലെ ജെൻഡർ ഡിസ്പാരിറ്റി ഓർ ജെൻഡർ ഇൻക്വാലിറ്റി ഇൻ ദ വേജസ്, നമ്മുടെ റെമ്യൂണറേഷനിലും വേജിലുമുള്ള ജെൻഡർ ഇൻക്വാലിറ്റി. ആൻഡ് ദിസ് ഈസ് വിസിബിൾ നോട്ട് ജസ്റ്റ് ഇൻ അൺസ്കിൽഡ് ജോബ്. അൺസ്കിൽഡ് ജോബ് മാത്രമല്ല, സ്കിൽഡ് ജോബിലും, അൺസ്കിൽഡ് ജോബ് മാത്രമല്ല സ്കിൽഡ് ജോബിലും യു ക്യാൻ സി ദിസ് ജെൻഡർ ഇൻക്വാലിറ്റി. ഇപ്പൊ പറയുകയാണെങ്കിൽ കുറച്ചു കാലം മുന്നേ നമ്മുടെ 2017 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പാസ് മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം, ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. മെറ്റേണിറ്റി ബെനിഫിറ്റ് സ്കീം ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. അത് പ്രകാരം 26 ആഴ്ചയാണ്, ഏകദേശം 6 മാസം മേലെ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ശമ്പളമുള്ള സാലറി ആയിട്ടുള്ള അവധി മെറ്റേണിറ്റി സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് സർക്കാർ ജോലിയാണേലും സ്വകാര്യ ജോലിയാണേലും എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. സോ
in the case of India, as per this maternity benefit scheme, 26 weeks of salary holidays government promise you in the new labor code. ആൻഡ് ഈ പറഞ്ഞ 26 വീക്സ് കൊടുക്കണമെന്ന് പറയുമ്പോൾ സ്വകാര്യ കമ്പനികൾ അവർക്ക് എന്താണിത് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ പല സ്വകാര്യ കമ്പനികൾ ഹയർ ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ ഗേൾസിനെ ഹയർ ചെയ്യുമ്പോൾ ദേ യൂഷ്വലി പ്രിഫർ ഈ പറഞ്ഞ കല്യാണം കഴിക്കാത്ത അൺമാരിഡ് ആയിട്ടുള്ള സിംഗിൾ ആയിട്ടുള്ള ഗേൾസ് എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വൺസ് അവർ കൺസീവ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ they need to give 26 weeks of salaried holidays or salaried ലീവ് കൊടുക്കണം. അപ്പൊ എന്താ, അവർക്ക് പ്രൊഡക്റ്റീവ് അല്ല. 6 മാസത്തോളം ലീവ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും മാസം ശമ്പളം കൊടുക്കുമല്ലേ. അപ്പൊ അങ്ങനെ എന്താ പല കമ്പനീസും ഷെയർ ഉണ്ട്. എല്ലാം ഞാൻ പറയുന്നില്ല കേട്ടോ. TCS പോലുള്ള അല്ലെങ്കിൽ ടാറ്റ പോലുള്ള കമ്പനീസ് അവരൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അവര് ഒരു ലെഗസിയുള്ള കമ്പനിയാണ്. അവര് ദേ ആർ വെരി സ്ട്രോങ്, അല്ലെങ്കിൽ ദേ വെരി ഈ പറഞ്ഞ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ടായാലും വുമൺ റിക്രൂട്ട്മെന്റ് കാര്യത്തിലായാലും ഉയർന്നു നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അതൊന്നും പറഞ്ഞില്ല. അല്ല, ചില കമ്പനികൾ എന്താ, ദേ നോട്ട് പ്രിഫർ ടു ചൂസ് വുമൺ എംപ്ലോയീസ്. പ്രത്യേകിച്ച് കല്യാണം കഴിച്ച എംപ്ലോയീസിന് എന്ത് ചെയ്യാറില്ല, ചൂസ് ചെയ്യാനായിട്ട് ഒരു മടിയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിലാണ് ഒബീസിറ്റി കൂടുതലും വരുന്നത് കമ്പയർഡ് ടു മെയിൽസ്. ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകളുടെ ഇടയിലാണ് ഒബീസിറ്റി ആയാലും ഇവിടെ ഹാർട്ട് റിലേറ്റഡ് ഡിസീസ് ആയാലും കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താ, ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, ചേഞ്ച് ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. അതിന് ഭാഗമായിട്ട് യു ക്യാൻ സി വുമൺ ഇൻ കേരള ഈസ് ഫേസിംഗ് മോർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കമ്പയർഡ് ടു മെയിൽസ് എന്നാണ്. സോ ദീസ് ആർ ദ വേരിയസ് ഇഷ്യൂസ് ഓഫ് വുമൺ ഇൻ കേരള. ഇത് മാത്രമല്ല, ധാരാളമുണ്ട്. യു ക്യാൻ ഓൾസോ കോട്ട് വേരിയസ് ഇഷ്യൂസ്. ഈ പറഞ്ഞ കൂടാതെ എന്താ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോട്ട് ചെയ്യാം. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആൾസോ കോട്ട്. നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ നമ്മുടെ കേരളം മാത്രമല്ല, ഇന്ത്യയിലായാലും അല്ലെങ്കിൽ ലോകത്തായാലും പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് വുമൺ ഈസ് ഫേസിംഗ് ദി ഇഷ്യൂ ഓഫ് ഡബിൾ ബർഡൻ. ഡബിൾ ബർഡൻ എന്നൊരു ചലഞ്ച് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ വുമണും ഫേസ് ചെയ്യുന്ന കാര്യമാണ്. ഡബിൾ ബർഡൻ എന്ന് വെച്ചാൽ എന്താ, ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ഒരു വുമൺ ആണെങ്കിൽ ഷീ ഈസ് ഹാവിംഗ് സം ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് ഇൻ ദ ഓഫീസ്. ഓഫീസിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അത് നടപ്പിലാക്കും. അതേപോലെ തന്നെ വെൻ ഷീ ഈസ് കമ്മിങ് ടു ഹോം, വീട്ടിൽ വരുമ്പോ അവിടെ എന്തുണ്ട്, ഡ്യൂട്ടി ഉണ്ട്. മക്കളുടെ കാര്യം ഇപ്പൊ തന്നെ നോക്കുക. ഒരു വീട്ടിലൊരാൾ വെയ്യാണ്ടാന്ന് വെച്ചു. ഒരു വീട്ടില് ഒരാൾ വെയ്യാണ്ടായി, ഒരു ഒന്നുകിൽ അവിടുത്തെ ഫാദർ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആയിരിക്കാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആയിരിക്കാം. സോ ആര് വെയ്യാണ്ടായാലും അവരെ കൂടുതൽ കെയർ ചെയ്യുന്നവരാണ് വുമണാണ്. മെയിലിനെക്കാട്ടിലും യു ക്യാൻ സി ഒരു ഗ്രാൻഡ് പേരന്റോ അല്ലെങ്കിൽ ഒരു പേരന്റോ അല്ലെങ്കിൽ ഫാദറോ കുട്ടികളോ വെയ്യാണ്ടായി കഴിഞ്ഞു, ഏതൊരു ഡിസീസ് വന്നു, രോഗം വന്നു, അവിടെ എല്ലാം കെയർ ചെയ്യുന്ന ആരാണ്, വുമണാ. കെയർ എന്ന് വെച്ചിരുന്നത് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ചിലപ്പം അച്ഛനായിരിക്കാം. പക്ഷെ എന്താ, അത് കഴിഞ്ഞുള്ള ബാക്കി കെയറിങ് ഉണ്ടല്ലോ. ഇപ്പൊ അവരുടെ ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഇവരെ ഇപ്പം കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ബാക്കിയുള്ള ഡെയിലി ഉള്ള കാര്യങ്ങൾ നോക്കുക, റുട്ടീൻ നോക്കുക, ഇതെല്ലാം ചെയ്യുന്നവരായിരിക്കും, വുമണായിരിക്കും. അതൊരു കുട്ടി ജനിക്കുമ്പോഴായാലും ആ കുട്ടിയുടെ ഒരു സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആവുന്നവരെ ആ കുട്ടിയുടെ ആയാലും എല്ലാ കാര്യവും മെജോറിറ്റി കാര്യങ്ങളും ഇപ്പൊ രാവിലെ എണ്ണിക്കും തൊട്ട് ആ കുട്ടി ഉറങ്ങുന്ന വരെയുള്ള കാര്യങ്ങൾ, ആ ഒരു സൈക്കിൾ ഫുൾ സമയത്ത് 24 hour സൈക്കിളിനകത്ത് മെജോറിറ്റി ഓഫ് ദ ടൈമും ആ കുട്ടിയെ കെയർ ചെയ്യുന്നത് ഫുൾ അമ്മാനായിരിക്കും. വർക്കിംഗ് സമയത്ത് വർക്കിംഗ് എംപ്ലോയി ആണെങ്കിൽ എന്താ, അതിന് പോകുന്നതിന് മുന്നേ ആയിട്ടും അതിന് ശേഷമായിട്ടും യു ക്യാൻ സി ഷീ വിൽ ബി കെയറിങ്. ആൻഡ് ഇതൊരു ഡബിൾ ബർഡൻ ആക്ച്വലി പറയുകയാണെങ്കിൽ. കാരണം നേരെ മറിച്ചൊരു മെയിൽ ആണെങ്കിൽ അങ്ങനെ വരുന്നില്ല. മെയിൽ ആണെങ്കിൽ അവരുടെ കേസിൽ ഒരിക്കലും ഡബിൾ ബർഡൻ പറയാറില്ല. ഫാമിലി പ്രശ്നമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്താ, സ്ത്രീകൾക്കുള്ള പോലെ റെസ്പോൺസിബിലിറ്റി നമ്മൾ എന്താ, അല്ലെങ്കിൽ ദ സോ കോൾഡ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഉണ്ടല്ലോ, അത് പറഞ്ഞ സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടീസ് നമുക്ക് കാണാം നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. ഇപ്പൊ ചില ഡ്യൂട്ടീസ് സ്ത്രീകൾ ചെയ്തേ പറ്റൂ, പുരുഷന്മാർ ചെയ്യാൻ പാടില്ല. ഉദാഹരണം ഇപ്പം കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും അതുപോലെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്നാൽ ഇപ്പൊ പുതിയ ജനറേഷൻ എന്താ, ഒരു മാറ്റം ഉണ്ടാവുന്നുണ്ട്. നേരത്തെ കേസ് അപേക്ഷിച്ച് അപ്കമിങ് ജനറേഷനിൽ ഒരു മാറ്റമുണ്ട്. ഇപ്പൊ നേരത്തെ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും പാത്രം കഴുകുന്നതായാലും വീട് ക്ലീൻ ചെയ്യുന്നതായാലും ഇതെല്ലാം സ്ത്രീകൾ ചെയ്തിരിക്കണം. അത് കടമയാണ്. അതാണ് രസം. പണ്ട് ഈ കല്യാണം കഴിച്ചു വിടുമ്പോഴേ
കല്യാണം കഴിച്ചിടുമ്പോൾ മോളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ, ഇതാണ് നമ്മുടെ ഇത്. അതിൽ പലരും പറയാറുണ്ടല്ലോ ഇങ്ങനെ ഭർത്താവിന്റെ, പണ്ട് സിനിമയിലൊക്കെ, എന്റെ ദൈവമേ ഞാൻ പല സിനിമകൾ കാണുമ്പോൾ ഞാൻ ഇപ്പൊ ആലോചിക്കാറുണ്ട്, ഭർത്താവിന്റെ കാച്ചുവീട്ടിലാണ് ഒരു പെണ്ണിന്റെ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഓർത്തു നോക്കും. ഇപ്പൊ ഇത് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊരു ഫേമസ് മൂവിയാണ്, ഐ തിങ്ക് വേഷം മറ്റുമാണ്. വേഷം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, സൂപ്പർ ഹിറ്റ് സിനിമയാണ്, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അന്നൊന്നും എനിക്ക് ബോധമില്ല, അന്ന് കുഞ്ഞല്ല. പക്ഷെ ഞാൻ ഈ ഇടയ്ക്ക് പല സീൻ കണ്ടപ്പോഴാണ് എന്താ അതില് മെയിൻ ക്യാരക്ടർ മമ്മൂട്ടിയുടെ ഹസ്ബൻഡ്, മമ്മൂട്ടിയുടെ സോറി ഭാര്യ പറയാണ്, മമ്മൂട്ടിയുടെ ബ്രദറിന്റെ ഭാര്യനോട് പറയാണ്, മോളെ ഭർത്താവിന്റെ കാച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം, അതാണ് സുരക്ഷിതത്വം. സോ ഇങ്ങനെയൊക്കെ ഓർത്തു, അന്നത്തെ ആ ഒരു പാട്രിക്കൽ മൈൻഡ് സെറ്റ്. പറഞ്ഞോളൂ. അല്ല, ഇപ്പൊ കാഴ്ചയോട് മാറിപ്പോയതേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. തീർച്ചയായും ഞാൻ അതിലാ വന്നേ. ഞാൻ പറഞ്ഞു വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ പാട്രിയാക്കൽ മൈൻഡ് സെറ്റിന്റെ ആണ്. ഇപ്പൊ തന്നെ പല റിലീജിയസ് ടെക്സ്റ്റിലായാലും പല റിലീജിയൻസിലായാലും യു ക്യാൻ സി ഈ പറഞ്ഞ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നതിനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകളുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരുടെ ഫ്രീഡത്തെ പറ്റിയുള്ള ആറ്റിറ്റ്യൂഡ്. മറ്റൊരു സിനിമയ്ക്ക് അത് പറഞ്ഞ പോലെ ഭാര്യയ്ക്ക് അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഈ ഇടയ്ക്ക് ഒരു ഫേമസ് സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്കകത്ത് ഞങ്ങളുടെ നായകൻ പറയുന്ന പോലെ ഞാൻ വൈഫിനൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അപ്പം ജഡ്ജി ചോദിക്കും സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ, പക്ഷെ ഞാൻ എന്തെല്ലാം ഔദാര്യം ചെയ്യുന്ന പോലാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ റൈറ്റ്സിനെ പറ്റിയുള്ള അവകാശമാണ്. അപ്പൊ എനിക്ക് എന്ത് റൈറ്റ് ഉണ്ടോ അതേപോലെ തന്നെ എന്റെ വൈഫിന് റൈറ്റ് ഉണ്ട്. ഒരു മെയിൽ എന്ത് റൈറ്റ് ഉണ്ടോ, കാരണം നമ്മുടെ ഭരണഘടനകത്ത് സ്ത്രീകൾക്ക് ഇത്ര റൈറ്റ്, മെയിൽ ഇത്ര റൈറ്റ് എന്ന് പറയുന്നില്ല. എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാ പറഞ്ഞേക്കുന്നത്, ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടാണെന്ത് നമ്മുടെ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 19 ഡിക്ലെയർ ചെയ്യുന്ന തന്നെ, റൈറ്റ്സ് ഡിക്ലെയർ ചെയ്യുന്ന തന്നെ. റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആയാലും എക്സ്പ്രഷൻ ആയാലും അവിടെ പറയുന്ന എല്ലാ റൈറ്റ്സും അത് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന. അത് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് ഇത്ര, പുരുഷന്മാർക്ക് ഇത്ര, ആരും കൊടുക്കണ്ട. അത് നമ്മൾ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ കൺട്രി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഉദ്ദേശിച്ച നമ്മുടെ ഗവൺമെന്റ്. സോ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, അത് ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതുകൊണ്ടായിരിക്കാം, കാരണം നോക്കുമ്പോൾ അന്നത്തെ കാലത്തെ ഈ പറഞ്ഞൊരു മൈൻഡ് സെറ്റ്, പണ്ട് ഉള്ള പല സിനിമയിലും നമ്മൾ കാണുന്ന പോർട്രേ ചെയ്യുന്ന വുമൻ ക്യാരക്ടേഴ്സ് ആയാലും അതുപോലെ ഈ തമാശകളായാലും ഇപ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ചിരിക്കുന്നില്ല? അതിന് കാരണം എന്താ? ആൾക്കാർക്ക് ബോധം വെച്ചു, ആൾക്കാർ തൊഴിൽ വെച്ചു. ഇപ്പം ഈ പറഞ്ഞ ജോലി ചെയ്യുന്ന കാര്യത്തിലായാലും കുട്ടികളെ കെയർ ചെയ്യുന്ന കാര്യത്തിലായാലും മെയിലും ഫീമെയിലും ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മെയില് നടക്കും. അങ്ങനല്ലല്ലോ. ഇപ്പൊ എന്താ, ഷിഫ്റ്റ് എടുത്തിട്ട് എനിക്കറിയാവുന്ന തന്നെ എന്റെ ഫ്രണ്ട്സ് തന്നെ അതില് കുട്ടികളുണ്ടാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് ഒരു ദിവസം വൈഫ് എന്താ പുള്ളിക്കാരന്റെ വൈഫ് കയറി, പിന്നെ ഒരു ദിവസം ഇവൻ എന്താ ലീവ് എടുത്തിട്ട് ഇവൻ കയറി. ഷിഫ്റ്റ് ചെയ്ത് ഡിവിഷൻ ഓഫ് പവേഴ്സ് അത് കറക്റ്റ് ആണ്. ഇപ്പൊ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് കറക്റ്റ് ആണ്. അവരെന്ത് ചെയ്യുന്നു, സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടീസ്, ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ്, ജോലി എന്ത് ചെയ്യുന്നു, കൃത്യം ഡിവൈഡ് ചെയ്യുവാണ്. ഇപ്പം ഒരു കുട്ടികളെ നോക്കുന്ന കാര്യമായാലും അല്ലെങ്കിൽ ഇത് പറഞ്ഞ ഡെയിലി വീട്ടിലെ കാര്യം നോക്കുന്നതായാലും ഇപ്പൊ ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ കല്യാണം കഴിച്ച പലരുടെ ഇടയിലും ഈ പറഞ്ഞ ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ് കാണുന്നുണ്ട്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊരു മാറ്റമുണ്ട്. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആൾക്കാരുടെ ഇടയിൽ എന്താ, പഴയ തലമുറയുടെ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സോക്കോൾഡ് ജനറേഷൻ ഗ്യാപ്പിനിടയിൽ ആ ചേഞ്ച് എന്താ ഇപ്പൊ ഉണ്ടായിട്ടില്ല. അതൊക്കെ എന്താ നമ്മളെ ഇപ്പോഴും പ്രിവെയിൽ ചെയ്യുന്നുണ്ട്. പോയി മാറട്ടെ, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ദീസ് ആർ ദി ഇഷ്യൂസ് ആൻഡ് യു ക്യാൻ ആഡ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ എന്താ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ, ഉണ്ടാവട്ടെ. ആൻഡ് യു ക്യാൻ സി നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരള ഈസ് ഇനിഷ്യേറ്റിംഗ് റെഗുലർ പ്രോഗ്രാംസ് ടു അഡ്രസ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഇപ്പൊ സ്ത്രീകൾക്കെതിരെ വരുന്ന വയലൻസിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇൻ ദ റീസെന്റ് ഇയേഴ്സ് ഒരു കുറവ് കാണാം. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന വയലൻസിന് കുറവുണ്ട്, പക്ഷെ അത് വലിയ കുറവൊന്നുമല്ല. ഒരു നമ്പർ ഓഫ് കേസസ് രജിസ്റ്റർ കുറയുന്നതേ ഉള്ളൂ. പക്ഷെ എന്താ, there is still a significant number of cases are registered against women. And അതിന്റെ ഭാഗമായിട്ട് to address this issue, government is initiating regular sensitization, public awareness campaigns കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ക്രൈം ആൻഡ് വൾനറബിലിറ്റി മാപ്പിംഗ്, അതായത് ഏതെങ്കിലും ഏരിയയിൽ ഈ സ്ത്രീകൾക്കെതിരെ ഇഷ്യൂ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി മാപ്പ് ചെയ്യുന്നു. അതുപോലെ കൗൺസിലിംഗ്സ് ആർ ഗിവൺ. ഇപ്പം ഈ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടാണ് പല ക്രൈംസും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളുകളിലൊക്കെ. അതുപോലെ സെൽഫ് ഡിഫൻസ് ട്രെയിനിങ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ ഈ ഇടയ്ക്ക് ഒരു സ്കൂളിലെ ക്ലാസ് നടന്നപ്പോഴാണ് ഒരു കുട്ടി, ആ കുട്ടിക്ക് നേരിട്ട അബ്യൂസ് അവിടെ കൗൺസിലറോട് പറയുന്നത്. ആൻഡ് അത് നടന്നിട്ട് കുറെ നാളായി, 6 മാസത്തോളമായി. പക്ഷെ അത് കുട്ടി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ്. വിഷ് മീൻസ് എന്താ, നേരത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല ആ കുട്ടിക്ക് ഒരു കാര്യം പറയാനായിട്ട്.
അതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ മെഡിക്കൽ കെയർ ഫോർ വിക്ടിംസ് ഓഫ് വയലൻസ്, അതുപോലെ ഷോർട്ട് സ്റ്റേ ഹോംസ്, വൺ സ്റ്റോപ്പ് പ്രൈസ് സെന്റർ, കൺട്രോൾ റൂംസ്, അതുപോലെ പിങ്ക് പോലീസ്, പിങ്ക് പെട്രോള്, പിന്നെ ധാരാളം ഇനിഷ്യേറ്റീവ്സ് എന്താ ഇപ്പോ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് now we can see various initiatives for the welfare and empowerment of women. നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനുമായിട്ട് ഗവൺമെന്റ് എടുത്തേക്കുന്ന ഇനിഷ്യേറ്റീവ്സ് നോക്കാം. അതിൽ ആദ്യം പറയേണ്ടതാണ് 2017 നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നൊരു വകുപ്പ് ഗവൺമെന്റ് ബൈഫിക്കേറ്റ് ചെയ്തു. സോ ഫ്രം ദ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് the government has bifurcated, has established a new department which is named as Department for Women and Child Development. And ഈ പറഞ്ഞ വകുപ്പ് രൂപീകരിച്ച ശേഷം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ്, എംപവർമെന്റ്, അതിനുള്ള ഇനിഷ്യേറ്റീവ്സ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു വുമൺ ഡിപ്പാർട്ട്മെന്റ് ഫോർ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഈസ് ടേക്കിംഗ് ഇനിഷ്യേറ്റീവ്സ് അലോങ് വിത്ത് സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ, വനിതാ കമ്മീഷനൊപ്പവും വനിതാ വികസന കോർപ്പറേഷനൊപ്പവും അതുപോലെ ബാലാവകാശ കമ്മീഷനൊപ്പവും ഒക്കെ എന്താ ഇനിഷ്യേറ്റീവ്സ് ഏകോപിപ്പിക്കുന്നുണ്ട്. ആൻഡ് മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് എന്റെ കൂട് സ്കീം, അല്ലെങ്കിൽ വൺ ഡേ ഹോം. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അറിയാം, ട്രിവാൻഡ്രത്ത് നമ്മുടെ KSRTC ബസ് സ്റ്റേഷന്റെ മേളത്തെ നിലയിൽ, ഐ തിങ്ക് 8th ഫ്ലോർ മറ്റുമാണ്, ഈ പറഞ്ഞ ഫ്രീ നൈറ്റ് ഷെൽട്ടർ ഫെസിലിറ്റി ഒരുക്കുന്നുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പല സർക്കാർ കാര്യത്തിനോ അല്ലെങ്കിൽ പല ആവശ്യത്തിനോ വന്ന സ്ത്രീകൾക്ക് നൈറ്റ് ഷെൽട്ടർ, അവിടെ താമസ സൗകര്യം വിത്ത് സെക്യൂരിറ്റി ഗവൺമെന്റ് ഉറപ്പുവരുത്തുന്നുണ്ട്. ആസ് പെർ ദിസ് എന്റെ കൂട് സ്കീം ഓർ വൺ ഡേ ഹോം സ്കീം. അതുപോലെ പിങ്ക് പെട്രോൾ ടു എൻഹാൻസ് ദ പബ്ലിക് സേഫ്റ്റി ഓഫ് വുമൺ. അത് ഈ പറഞ്ഞ സ്ത്രീകളെ സമ്മേളിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കോളേജ് ഏരിയാസ്, സ്കൂൾ ഏരിയാസ്, അതുപോലെ ഈ മേജറായിട്ടുള്ള സിറ്റി സെന്റേഴ്സ്, ഇവിടേക്ക് എന്താണ് പിങ്ക് പോലീസ് പെട്രോൾ ചെയ്യാറുണ്ട് ടു അഡ്രസ് ദ ഇഷ്യൂസ്, ക്രൈംസ് അഗൈൻസ്റ്റ് ദ വുമൺ. അതുപോലെ കൈത്താങ്. സോ ഇത് 2017 മറ്റോ ലോഞ്ച് ചെയ്ത്, 17 തോന്നുന്നു ഓർമ്മ, 2017 ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് കൈത്താങ്. It was launched mainly to prevent the atrocities against women. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അട്രോസിറ്റീസ് ഓർ അവർക്കെതിരെ നടക്കുന്ന വയലൻസ്, ഇത് പ്രിവെന്റ് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് ആണ്. ഇപ്പൊ ലോക്കൽ ലെവല് കുടുംബശ്രീ പോലുള്ള വുമൺ പാർട്ടിസിപ്പേഷൻ ആയിട്ടുള്ള ചില ഗ്രൂപ്പ്സ് കാണും. കുടുംബശ്രീയും അതുപോലെ സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ള മറ്റ് ഗ്രൂപ്പ്സും ഇവരെന്തെന്ന് വെച്ചാൽ ഒരു ലൊക്കാലിറ്റിയില് സ്ത്രീകൾ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ കാരണം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ എന്താ ലോക്കൽ സ്ട്രക്ചർ ആണ്. ഏറ്റവും താഴെത്തട്ടിലെ ഗ്രാസ് റൂട്ട് ലെവൽ എന്താ, ദേ ഹാവ് മെമ്പേഴ്സ്. ഇപ്പൊ നമ്മൾ പറയുന്ന അയൽക്കൂട്ടങ്ങൾ, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, യു ക്യാൻ സി ഗ്രാസ് റൂട്ട് ലെവലാണ് അവരുടെ പാർട്ടിസിപ്പേഷൻ, അവരുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ദേ ക്യാൻ ഐഡന്റിഫൈ ഏതൊക്കെ വീട്ടിൽ പ്രശ്നമുണ്ട്, അത് കൃത്യമായി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യുക, വേണ്ട സപ്പോർട്ട് കൊടുക്കുക, റിപ്പോർട്ടിന്റെ കേസ് റിപ്പോർട്ട് ചെയ്യുക. സോ മെയിൻലി എന്താ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇഷ്യൂസ്, അട്രോസിറ്റീസ് പ്രിവെന്റ് ചെയ്യുകയാണ് കൈത്താങ്ങിന്റെ ഉദ്ദേശം. അതുപോലെ സേഫ് സ്റ്റേ പ്രൊജക്ട് ബൈ കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. സോ നമ്മുടെ കേരള വനിതാ വികസന കോർപ്പറേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഇനിഷ്യേറ്റീവ് ആണ് സേഫ് സ്റ്റേ പ്രൊജക്ട്. ഇത് നമ്മുടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റേ എന്ത് ചെയ്യുക, ഒരുക്കുക ഉദ്ദേശം. അതിന്റെ ഭാഗമായിട്ട് there is an app in which they can see various women hostels, സ്ത്രീകളുടെ വുമൺ ഹോസ്റ്റൽസ് അല്ലെങ്കിൽ വർക്കിംഗ് വുമൺ ഹോസ്റ്റൽസ്, ഇതൊക്കെ എന്താ ഈ പറഞ്ഞ ആപ്പിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുവഴി എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ സ്റ്റേ ചൂസ് ചെയ്യാം. അതാണ് സേഫ് സ്റ്റേ പ്രൊജക്ട്. ശരണ്യ സ്കീം. ശരണ്യ സ്കീം ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമാണ്. നമ്മുടെ ഡെസ്റ്റിറ്റ്യൂട്ട് വുമൺ, അതായത് നമ്മൾ പറയുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ലൈക്ക് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള വിഡോസ്, deserted, divorced or unmarried women or unmarried mothers, women with disabilities, then wives of bedridden persons. So ഇവർക്കൊക്കെയാണ് ഈ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് അവസരം ഗവൺമെന്റ് ഒരുക്കുന്നത്. അവർക്ക് വേണ്ടി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഗൈഡൻസ് ഒക്കെ എന്ത് ചെയ്യും, ഈ സ്കീമിൽ പ്രൊവൈഡ് ചെയ്തായിരിക്കും. സോ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. അതുപോലെ വാത്സല്യനിധി. വാത്സല്യനിധി ഇത് SC കാറ്റഗറിയുള്ള ഗേൾ ചിൽഡ്രന് വേണ്ടിയുള്ള സ്കീമാണ് വാത്സല്യനിധി. ആൻഡ് ഈ സ്കീം ആക്ച്വലി ഒരു ഇൻഷുറൻസ് സ്കീമാണ്, ഇൻഷുറൻസ് ലിങ്ക് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമാണ്.
അതായത് ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ SC കാറ്റഗറിയുള്ള ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ പേരിൽ നമ്മുടെ SC ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വിൽ ഡിപ്പോസിറ്റ് പ്രീമിയം എമൗണ്ട്, ഇൻഷുറൻസ് പ്രീമിയം എമൗണ്ട് വിത്ത് LIC. LICയിൽ പ്രീമിയം അടയ്ക്കും 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ആ കുട്ടി ജനിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞ് അത് 4 വയസ്സാവുന്ന സമയത്ത്, അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് അടയ്ക്കുന്നത് ആ എമൗണ്ട്. ഇൻ ടോട്ടൽ 4 ഇൻസ്റ്റാൾമെന്റ് 1,30,000 ഗവൺമെന്റ് അടയ്ക്കുന്നതായിരിക്കും ഇൻ LIC. അങ്ങനെ 18 വയസ്സ് കഴിയുമ്പോൾ ആഫ്റ്റർ സെക്യൂറിംഗ് 18 years ഈ പറഞ്ഞ കുട്ടിക്ക് 3 lakh rupees കിട്ടുന്നതായിരിക്കും. പഠനാവശ്യത്തിനും മാരേജ് അസിസ്റ്റൻസിന് വേണ്ടി ഈ പറഞ്ഞ 3 lakh rupees കിട്ടുന്നതായിരിക്കും. 18 വയസ്സിന് ശേഷം എന്തെങ്കിലും എമൗണ്ട് കിട്ടുള്ളൂ. അത് കല്യാണാവശ്യമോ അല്ലെങ്കിൽ പഠനാവശ്യത്തിനായിരിക്കും കൊടുക്കുന്നത്. അതാണ് വാത്സല്യ നിധി എന്ന് പറഞ്ഞത്. വാത്സല്യ നിധി. ദെൻ നെക്സ്റ്റ് ജെൻഡർ ബഡ്ജറ്റിംഗ്. സോ നമ്മുടെ ഇന്ത്യയിൽ 2005 സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന ആശയം നടപ്പിലാക്കിയിരുന്നു. എന്നാൽ അതിന് മുന്നേ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ലെവലില് ഇൻ ദ ഇയർ 1996 കേരള ഹാസ് ഇനിഷ്യേറ്റഡ് സ്റ്റെപ്സ് ടു പ്രിപ്പയർ വുമൺ കോമ്പണന്റ് പ്ലാൻ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനോട് നമ്മുടെ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അവരുടെ മൊത്തം ഔട്ട്ലേയുടെ 10% they need to keep for various women specific project. സ്ത്രീകൾ സ്പെസിഫിക് ആയിട്ടുള്ള, വനിതാ സ്പെസിഫിക് ആയിട്ടുള്ള പ്രയോജനം എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ കേരളത്തിലെ ആദ്യ ജെൻഡർ ബഡ്ജറ്റിംഗ്. സോ ലോക്കൽ ലെവൽ തന്നെ ഇൻ ദ ഇയർ 1996 the Kerala government has initiated the preparation of women component plan or ensure 10% of the plan outlay in local self government body is kept for women centric project. എന്നാൽ അതിനുശേഷം സ്റ്റേറ്റ് ലെവലില് ഒരു ബഡ്ജറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് 17-ലാണ്. സോ വി ക്യാൻ സി ദ ഫസ്റ്റ് ജെൻഡർ ബഡ്ജറ്റ് ഫോർ ദ സ്റ്റേറ്റ് പ്ലാൻ വാസ് റിലീസ്ഡ് ഇൻ 2017-18. അതിന് മുന്നേ നോക്കുമ്പോൾ ലോക്കൽ ലെവൽ നടപ്പിലാക്കുന്നുണ്ട് 96 മുതൽ. എന്നാൽ സ്റ്റേറ്റ് ലെവലില് ഈ പറഞ്ഞ വുമൺ കോമ്പണന്റ് പ്ലാൻ അല്ലെങ്കിൽ ജെൻഡർ ബഡ്ജറ്റ് ആസച്ച് വരുന്നത് 2017-18ആണ്. ആൻഡ് ഇതിനകത്ത് യു ക്യാൻ സി 2017-18 എന്ന് പറയുമ്പോൾ ആ സമയത്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഗവൺമെന്റ് രൂപീകരിക്കുന്നത്. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ പ്രോജക്റ്റുകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള വുമൺ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ ഗവൺമെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ദിസ് ഇയർ. ആൻഡ് മറ്റൊരു ഇനിഷ്യേറ്റീവ് കാതോർത്ത്. സോ കാതോർത്ത് ഇതൊരു ഓൺലൈൻ കൗൺസിലിംഗ് പ്രോഗ്രാം ആണ് കേട്ടോ. ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്, കാതോർത്ത് എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലുണ്ട്. ഈ ഓൺലൈൻ പോർട്ടലിൽ യു ക്യാൻ രജിസ്റ്റർ. വുമൺസിന് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ സ്ത്രീകൾക്ക് രജിസ്റ്റർ ചെയ്യാം. ആൻഡ് ദേ ക്യാൻ ഗെറ്റ് കൗൺസിലിംഗ് ഫ്രം എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ട് ബോഡി ആണ്. സോ ഇവർക്ക് എന്താ അവരുടെ ഇഷ്യൂസ്, അവരുടെ പേരും ഇവരെ കൊടുത്തിട്ട് അവർക്ക് ഈ പറഞ്ഞ കോഡിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ എന്താ അവർക്ക് കൗൺസിലിംഗ് സപ്പോർട്ട് കിട്ടും. ലീഗൽ എയ്ഡ് വേണമെങ്കിൽ ലീഗൽ എയ്ഡ് കിട്ടും. പോലീസ് അസിസ്റ്റൻസ് ആണെങ്കിൽ അത് കിട്ടും. അതാണ് കാതോർത്ത് എന്ന് പറയുന്നത്. സോ ഓൺലൈൻ കൺസൾട്ടേഷൻ പ്രോഗ്രാം ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റ്. Then Bhumika project. So Bhumika project, it is actually a program on medical and psychological care for victims of gender-based violence. ഇപ്പം അറ്റാക്ക് ചെയ്യപ്പെട്ട വയലൻസിന് വിധേയമായിട്ടുള്ള സ്ത്രീകൾക്ക് മെഡിക്കൽ കെയറും അതുപോലെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ് ആണ് ഭൂമിക കെയർ. സോ ദിസ് ഈസ് എ ജെൻഡർ ബേസ്ഡ് വയലൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം വിച്ച് പ്രൊവൈഡ്സ് സൈക്കോളജിക്കൽ സപ്പോർട്ട് ടു വിക്ടിംസ്. ഇരകൾക്ക്, ഈ പറഞ്ഞ വയലൻസിന് വിധേയമായപ്പെട്ട ഇരകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സ്കീമാണ് ഭൂമിക. ദെൻ ആശ്വാസ നിധി. So this is initiated, or this is a fund which is kept by the government to provide funds to sex crimes, to provide funds to victims of sex crimes. Provide fund to victims of sex crimes. ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസിന് വിധേയമായിട്ടുള്ള അതിന് ആ വയലൻസിൽ അകപ്പെട്ട സ്ത്രീകൾക്ക്
അല്ലെങ്കിൽ ഹീനിയസ് ആയിട്ടുള്ള ജെൻഡർ ബേസ്ഡ് വയലൻസിന് വിധേയമായിട്ടുള്ള സ്ത്രീകൾക്ക് അവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്ത ഒരു ഫണ്ടാണ് ആശ്വാസ നിധി. സോ 300 ലക്ഷം, അതായത് 3 കോടി രൂപ ഗവൺമെന്റ് എന്ത് ചെയ്തു ഇതിനു വേണ്ടിയിട്ട് 2018-19 ബജറ്റിൽ ഗവൺമെന്റ് മാറ്റി വെച്ചിരുന്നു. ആൻഡ് ഈ പറഞ്ഞ ജെൻഡർ ബേസ്ഡ് വയലൻസിന് വിധേയമായിട്ടുള്ള സ്ത്രീകൾക്ക് ആസ് എ പാർട്ട് ഓഫ് റിലീഫ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ആശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നതായിരിക്കും. Then Snehida initiative. So Snehida initiative, it provides service to women and children in distress. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നത്തിലകപ്പെട്ട സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ് ആണ് സ്നേഹിത. സോ കുടുംബശ്രീ ഇനിഷ്യേറ്റീവിലാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. There is a help desk initiated by കുടുംബശ്രീ മിഷൻ. നമ്മുടെ കുടുംബശ്രീ മിഷൻ ഇനിഷ്യേറ്റ് ചെയ്തൊരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. ആ ഹെൽപ്പ് ഡെസ്ക് വഴി ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം നേരിട്ട, അത് വയലൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈംസ് ആയിരിക്കാം, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നേരിട്ട വുമണിനും ചിൽഡ്രനും സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുക, ലൈക്ക് സ്റ്റേസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, അവയർനെസ് ക്യാമ്പയിൻ കൊടുക്കുക, ലീഗൽ അസിസ്റ്റൻസും മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക. അതാണ് സ്നേഹിത പ്രോഗ്രാം. സോ ഇൻ ദിസ് പ്രോഗ്രാം യു ക്യാൻ സീ the Kudumbashree mission, Kudumbashree help desk, we providing various services, various benefits to the women and children who are in distress. Adana Snehida initiative. Then Abarajita is online. This ഒരു ക്വിക്ക് റെസ്പോൺസ് മെക്കാനിസം ആണ്. സ്ത്രീകൾക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും എന്തെങ്കിലും ഇഷ്യൂസ്, ഹറാസ്മെന്റ് വരികയാണെങ്കിൽ ആ ഹറാസ്മെന്റ് കേസസ് അവർക്ക് റിപ്പോർട്ട് ചെയ്യാനും അതിനൊരു പരിഹാരം റിഡ്രസലിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് അപരാജിത ഐസ് ഓൺലൈൻ. ഇറ്റ്സ് എ റിഡ്രസൽ പോർട്ടൽ ഫോർ രജിസ്റ്ററിംഗ് കംപ്ലൈന്റ്സ് ഓഫ് ഹറാസ്മെന്റ് ഫേസ്ഡ് ബൈ വുമൺ ഓർ ചിൽഡ്രൻ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോലീസ് ആണ് നടപ്പിലാക്കുന്നത്. അതുപോലെ മിത്ര ഹെൽപ്പ് ലൈൻ 181. സോ മിത്ര 8 ഹെൽപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എമർജൻസി റെസ്പോൺസ് സർവീസ് ആണ്. അതായത് if you are facing any issues, if you are facing any threat, നിങ്ങളിപ്പം തനിച്ച് യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഇവിടെ തനിച്ച് നിൽക്കുന്നു, നിങ്ങൾക്കൊരു പെട്ടെന്നൊരു ഹെൽപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം പെട്ടെന്ന് ഫേസ് ചെയ്യുന്നു, ആ സമയത്ത് എമർജൻസി റെസ്പോൺസിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് മിത്ര ഹെൽപ്പ് ലൈൻ. സോ ഇത് 24 മണിക്കൂറും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ്. സോ ദേ ക്യാൻ കോൾ ദിസ് പോർട്ടൽ. 151 നമ്പർ. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്വിക്ക് റെസ്പോൺസ് ഓർ എമർജൻസി റെസ്പോൺസ്. ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് വുമൺ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ചാർജിൽ നിർഭയ പോളിസി. സോ നിർഭയ പോളിസി നമുക്ക് ഓർമ്മയുണ്ടാവും, ഡൽഹിയിലുള്ള നിർഭയ കേസ്. അതിനുശേഷം ആണ് ഈ നിർഭയ എന്ന ടേം ഗവൺമെന്റ് ഉപയോഗിച്ചത്. അങ്ങനെ നിർഭയ പോളിസി ഗവൺമെന്റ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി ഫോർ കോമ്പാക്ടിങ് സെക്ഷൽ വയലൻസ് അഗേൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ ആൻഡ് ടു സേഫ് ഗാർഡ് അഗേൻസ്റ്റ് ട്രാഫിക്കിംഗ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ. സോ സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെ നടക്കുന്ന ക്രൈംസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പോളിസിയാണ് നിർഭയ പോളിസി. അതിന്റെ ഭാഗമായിട്ട് നിർഭയ സെല്ല് ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആ നിർഭയ സെല്ലിനകത്ത് നിർഭയ സെൽ എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട്. അതുപോലെ തന്നെ അണ്ടർ ദിസ് പോളിസി ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് ഷെൽട്ടേഴ്സ്, ഇവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഇവരുടെ സ്കില്ലിംഗ് ഇംപ്രൂവ് ചെയ്യുക, ഇവർക്ക് എംപ്ലോയബിലിറ്റി, ഇവർക്ക് ഷെൽട്ടേഴ്സ് കൊടുക്കുന്നു, അതിനൊപ്പം തന്നെ എന്താ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കും, അല്ലെങ്കിൽ സ്കില്ലിംഗ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അവർക്കൊരു ലൈവ്ലിഹുഡ് എൻഷുർ ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ആസ് പെർ ദിസ് നിർഭയ പോളിസി. Then one-stop centers. So വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് one-stop centers. And these one-stop centers provide support to those women who are affected by violence in public and private places within family, community and workplace. So ഈ പറഞ്ഞ വീട്ടിലോ പബ്ലിക് പ്ലേസിലോ പ്രൈവറ്റ് പ്ലേസിലോ വയലൻസ്
വിധേയമായിട്ടുള്ള സ്ത്രീകൾക്ക് സപ്പോർട്ടിന് വേണ്ടി കൊണ്ടുവന്ന സെന്റേഴ്സ് ആണ് വൺ സ്റ്റോപ്പ് സെന്റേഴ്സ്. ആൻഡ് ഈ പറഞ്ഞ വൺ സ്റ്റോപ്പ് സെന്റേഴ്സിന് വഴി ദേ വിൽ ഗെറ്റ് വെറൈറ്റി ഓഫ് സർവീസസ് ലൈക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് കിട്ടുന്നു, അതുപോലെ പോലീസുമായിട്ടുള്ള അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു, കൗൺസിലിംഗ്, ടെമ്പററി ഷെൽട്ടർ വേണേൽ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് യു ക്യാൻ സി കേരള ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് which has implemented or which has set up one stop center in all districts. എല്ലാ ജില്ലയിലും വൺ സ്റ്റോപ്പ് സെന്റേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആ സംസ്ഥാനം കേരളമാണ്. ആൻഡ് ഇതെന്താ, നമ്മൾ നേരത്തെ കണ്ട ചില സ്കീംസിന്റെ അതുപോലെ സാമ്യമുണ്ട്. ഓരോന്നും ഓരോ ഉദ്ദേശമാണ്. പ്രധാനമായിട്ടും എന്താ, ഇപ്പൊ ചില സ്കീമിന്റെ അപ്ഡേഷൻ ആയിരിക്കും, ചില സ്കീംസിന്റെ അപ്ഡേഷൻ ആയിട്ടും അല്ലെങ്കിൽ അതിനുള്ള പോരായ്മകൾ മറികടക്കാൻ വേണ്ടിയാണ് എന്ത് മറ്റു സ്കീംസുകൾ കൊണ്ടുവരുന്നത്. Then Abhaya Kiranam scheme, അതുപോലെ സഹായഹസ്തം സ്കീം. So Abhaya Kiranam scheme is to ensure safe and better living environment to destitute and homeless widows. അതാണ് അഭയ കിരണം സ്കീം. അതിന് ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഡെസ്റ്റിറ്റ്യൂട്ട് വിഡോസിനെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഡോസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറയുന്ന ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുള്ള ഈ പറഞ്ഞ വിഡോസിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്ലോസ് റിലേറ്റീവ്സിന് ദ ഗവൺമെന്റ് വിൽ ബി പ്രൊവൈഡിങ് 1000 രൂപ അസിസ്റ്റൻസ്. അതാണ് അഭയകരണ സ്കീം. സോ ദിസ് സ്കീം, ആസ് പെർ ദിസ് സ്കീം, ഗവൺമെന്റ് ഈസ് പ്രൊവൈഡിങ് മന്ത്ലി അസിസ്റ്റൻസ് ടു ക്ലോസ് റിലേറ്റീവ്സ് ഓർ ദ പേഴ്സൺ ഓർ ദ ഫാമിലി മെമ്പേഴ്സ് ഹു സപ്പോർട്ട് എ വിഡോ. അതാണ് അഭയകരണം. അതുപോലെ തന്നെ സഹായഹസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സെൽഫ് എംപ്ലോയ്മെന്റ്, ഈ ഒരു ഫാമിലിക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് വേണ്ടിയുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ സഹായഹസ്തം എന്ന് പറഞ്ഞാൽ. സോ അഭയകരണം ആൻഡ് സഹായഹസ്തം. അഭയകരണം പെൻഷൻ സ്കീമാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന സ്കീമാണ്. മറ്റേ സഹായഹസ്തം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പറഞ്ഞ ഫാമിലിക്ക്, വിഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, സെൽഫ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ് സഹായഹസ്തം. ദെൻ പടവുകൾ. പടവുകൾ is a scheme which gives educational assistance for professional courses to children of widows. സോ ഈ പറഞ്ഞ വിഡോസിന്റെ കുട്ടികൾക്ക്, ഇപ്പം ഒരു വിധവയുടെ കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അസിസ്റ്റൻസ്, വിദ്യാഭ്യാസപരമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്ന ഇനിഷ്യേറ്റീവ് ആണ്. ആൻഡ് ദേ വിൽ ഗെറ്റ് അസിസ്റ്റൻസ് ഇഫ് ദർ ഇൻകം ഈസ് ലെസ് ദാൻ 3 lakh. 3 lakh താഴെയാണ് ഇൻകം, അവർക്ക് മാത്രമാണ് എന്ത് ഈ അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ദെൻ അതിജീവിക. സോ അതിജീവിക ഇതൊരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സ്കീമാണ്. ദിസ് ആസ് പെർ ദിസ് സ്കീം ഫോർ വൺ ടൈം ആയിട്ട്, ഒറ്റ തവണയായിട്ട് 50,000 രൂപ വരെ വുമൺ ഹെഡഡ് ഹൗസ് ഹോൾഡിന് ഗവൺമെന്റ് കൊടുക്കുന്നതായിരിക്കും അതിജീവിക. സോ അതിജീവിക എന്ന് വെച്ചാൽ എന്താ, ഒറ്റ തവണയായിട്ട് 50,000 രൂപ വരെ വുമൺ ഹെഡഡ് ഹൗസ് ഹോൾഡിന് ഇൻ കേസ് ഓഫ് എനി അൺസീൻ ഫിനാൻഷ്യൽ ക്രൈസിസ്, അൺഫോർസീൻ ആയിട്ടുള്ള അവർക്ക് എന്തെങ്കിലുമുള്ള സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ അതിജീവിക എന്ന് പറഞ്ഞ സ്കീം. ദെൻ തേജോമയ ആഫ്റ്റർ കെയർ ഹോം. സോ തേജോമയ ആഫ്റ്റർ കെയർ ഹോം ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്ന ഇടക്കാട്ടുവരാണ്, നമ്മുടെ എറണാകുളം ഇടക്കാട്ടുവരാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ residents of women and children home who have completed their studies and are interested in various occasions. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ധാരാളം കെയർ ഹോംസ് ഉണ്ട്, അതുപോലെ ഷെൽട്ടർ ഹോംസ് ഉണ്ട്. ഈ ഷെൽട്ടർ ഹോംസ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്കും, ഷെൽട്ടർ ഹോംസ് പഠിക്കുന്ന അല്ലെങ്കിൽ അവിടെ കഴിയുന്ന വുമണിനും അതുപോലെ ചിൽഡ്രനും അവർക്ക് എംപ്ലോയബിലിറ്റി കൊടുക്കുക, അവർക്കൊരു ലൈവ്ലിഹുഡ് കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, അവർക്കൊരു തൊഴിലവസരം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലോ ഏതെങ്കിലും മേഖലയിലോ വർക്ക് ചെയ്യാൻ അവസരം കൊടുക്കുന്നു. അത് റിക്രൂട്ട്മെന്റ് വഴി ആവണമെന്നില്ല, റിക്രൂട്ട്മെന്റ് നടക്കാറുണ്ട്. അപ്പൊ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഒരു ഭാഗമായിട്ട് അവർക്ക് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ഇനിഷ്യേറ്റീവിൽ അവർക്ക് ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അതുപോലെ എന്താ, ഇങ്ങനെ ഏജൻസിയോട് അസോസിയേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് ഒരു ജോലി കൊണ്ടാക്കി കൊടുക്കുക. അതാണ് തേജോമയ ആഫ്റ്റർ കെയർ ഹോം ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹോം ഫോർ മെന്റൽ ഹെൽത്ത്. സോ മെന്റൽ ഹെൽത്ത് വേണ്ടിയിട്ട് ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഷെൽട്ടർ ഹോംസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ്, കുട്ടികൾക്കും വുമണിനും വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ് ഹോം ഫോർ മെന്റൽ ഹെൽത്ത്. ഓക്കെ. അതുകൂടാതെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, KSEDC, അതുപോലെ കുടുംബശ്രീ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വേരിയസ് ഓണ്ടർപ്രണർഷിപ്പ് പ്രോഗ്രാംസ്
ഇവരുടെ ഇടയിൽ സെൽഫ് എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കാനായിട്ട് ഉള്ള ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് എടുക്കുന്നുണ്ട്. അതുപോലെ ജെൻഡർ പാർക്ക്. സോ ജെൻഡർ പാർക്ക് നമ്മുടെ കേരളത്തില് ജെൻഡർ ഇക്വിറ്റിയും അതുപോലെ SDG 5 ഉണ്ടല്ലോ, ജെൻഡർ ഇക്വാലിറ്റി, നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5. സോ UN ഗോളായിട്ടുള്ള SDG 5 അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ജെൻഡർ പാർക്ക് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ക്യാമ്പസ് ഇന്ന് കോഴിക്കോടാണ്. ആൻഡ് ഈ ഒരു ക്യാമ്പസിനകത്ത് വേരിയസ് അക്കാഡമിക് പ്രോഗ്രാംസ്, കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടന്നതായിരിക്കും. പ്രധാനമായിട്ടും എന്താ, നമ്മുടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്. ദി പാർക്ക് മെയിൻലി എയിംസ് ഫോർ ജെൻഡർ സെൻസിറ്റൈസേഷൻ, അതുപോലെ അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പസിനകത്ത് യു മേ സി ദർ ആർ ജെൻഡർ മ്യൂസിയം, കൺവെൻഷൻ സെന്റർ ഉണ്ട്, ആംഫി തിയേറ്റർ ഉണ്ട്, ജെൻഡർ ലൈബ്രറി ഉണ്ട്. സോ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഈ ജെൻഡർ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആണ് ഈ പറഞ്ഞ ജെൻഡർ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ ഈ പറഞ്ഞ അവയർനെസ് കൊടുക്കുന്നു. അതുപോലെ അവർക്കുള്ള അവകാശങ്ങളെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികളെ അഡ്രസ് ചെയ്യാനുള്ള അവയർനെസ് കൊടുക്കുന്നു. സോ ദർ വിൽ ബി ടോക്സ് കാണും. അതുപോലെ ഡിഫറെന്റ് കൺവെൻഷൻസും ഡിഫറെന്റ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കും. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കും ജെൻഡർ പാർക്കിനകത്ത്. നെക്സ്റ്റ് യു ക്യാൻ സി കുടുംബശ്രീ. നമ്മുടെ വുമൺ എംപവർമെന്റിന്റെ തലവട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റിന്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഇത് നമ്മളെ കേരളം കണ്ട സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ് ആയിരുന്നു കുടുംബശ്രീ മിഷൻ. 1998 EK നായനാര് മുഖ്യമന്ത്രിയായ സമയത്താണ് ഈ ഒരു മിഷൻ നമ്മുടെ കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ദിസ് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ആസ് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ, സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കുടുംബശ്രീ മിഷൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തത്. ആൻഡ് ഈ കുടുംബശ്രീ മിഷൻ നോക്കുവാണെങ്കിൽ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ദ മിഷൻ മെയിൻലി എയിംസ് ഫോർ പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെന്റ്, അതുപോലെ സെൽഫ് എംപ്ലോയ്മെന്റ് അമംഗ് വുമൺ, ഇത് വർദ്ധിപ്പിക്കുക. നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണം, അതുപോലെ പോവർട്ടി ഇറാഡിക്കേഷൻ, അതുപോലെ അവരുടെ സെൽഫ് എംപ്ലോയ്മെന്റ്, ഇതെല്ലാമാണ് ഈ ഒരു മിഷൻ എയിം ചെയ്യുന്നത്. സോ എംപവർമെന്റ്, ഓൺടർപ്രണർഷിപ്പ്, ഇക്വാലിറ്റി, ഇതെല്ലാം എന്താ കുടുംബശ്രീ മിഷന്റെ എയിമായിരുന്നു. തുല്യത ഉറപ്പുവരുത്തുക, അതുപോലെ സംരംഭകത്വം ഉറപ്പുവരുത്തുക, അതുപോലെ ഓൺടർപ്രണർഷിപ്പ്, ഈ പറഞ്ഞ സെൽഫ് എംപ്ലോയ്മെന്റ് ഉറപ്പുവരുത്തുക, അതുപോലെ ഈ പറഞ്ഞ ശാക്തീകരണം ഉറപ്പുവരുത്തുക. ആൻഡ് യു ക്യാൻ സി ഈ ഒരു കേരളത്തിൽ നടപ്പിലാക്കിയ കുടുംബശ്രീ മിഷൻ റീസെന്റ് 25 years പൂർത്തീകരിച്ചിരുന്നു. ആ നാഷണൽ ലെവലില് കുടുംബശ്രീ മിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ കേരളത്തിലെ സക്സസിന് ശേഷം, ആഫ്റ്റർ സീയിങ് ദ സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് കുടുംബശ്രീ മിഷൻ ഇൻ കേരള, ഇത് നാഷണൽ ലെവലിൽ പല സംസ്ഥാനത്തും ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്, ഇന്ത്യൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. സോ ആക്ച്വലി പറയുമ്പോൾ ഒരു സ്റ്റേറ്റ് ലെവൽ മോഡൽ നാഷണൽ ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന രീതിയാണ്. ആൻഡ് ഓൾസോ യു ക്യാൻ സി ഈ ഒരു കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് ദ ഗവൺമെന്റ് ഈസ് പ്രൊമോട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അമംഗ് ദ വുമൺ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, ഈ പറഞ്ഞ സ്ത്രീകൾക്കിടയിൽ സാമ്പത്തികം ഉൾപ്പെടുത്തൽ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ കേരള സർക്കാരിന്റെയും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പല ഇനിഷ്യേറ്റീവ്സും നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസിയോടാണ് എന്ത് കുടുംബശ്രീ മിഷൻ. കാരണം കുടുംബശ്രീ മിഷന് ഗ്രാസ് റൂട്ട് ലെവലിൽ നോളജ് ആണ്. കാരണം ഈ പറഞ്ഞ കുടുംബശ്രീ മിഷന് ഡിഫറെന്റ് ടയേഴ്സ് ഒക്കെ അറിയായിരിക്കുമല്ലോ. നമ്മുടെ ഏറ്റവും താഴെത്തട്ടില് നമ്മൾ പറയുന്ന നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ് അല്ലെ, നമ്മുടെ അയൽക്കൂട്ടങ്ങൾ കാണും. അതിന് തൊട്ട് മേലെയായിട്ട് ദർ ഈസ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ട്. അതിന് മേലെ വരുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി ഉണ്ട്. സോ ഒരു 3-tier സ്ട്രക്ചർ ആണ് കുടുംബശ്രീ മിഷൻ എന്ന് പറഞ്ഞാൽ. സോ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, നമ്മൾ പറയുന്ന അയൽക്കൂട്ടങ്ങൾ, നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, ദെൻ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി, ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി, ഇങ്ങനെ 3 tier ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാസ് റൂട്ട് ലെവലുള്ള നെയ്ബർഹുഡ് ഗ്രൂപ്പ്സിന് ആ ലോക്കൽ ഏരിയയെ പറ്റി വലിയ ധാരണ ഉണ്ടാവും. അവിടെയുള്ള പ്രശ്നങ്ങളായാലും അവിടെയുള്ള സ്ത്രീകളെ പറ്റിയാലും കൃത്യമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് കാര്യമായ നടപടി എടുക്കാനായിട്ട്, കാര്യമായ ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് കുടുംബശ്രീ മിഷന് കഴിയുന്നതാണ്. നിലവിൽ പറയുമ്പോൾ ഏകദേശം 50 lakhോളം വുമൺ
50 lakh plus women is directly engaged in കുടുംബശ്രീ മിഷൻ. കുടുംബശ്രീ മിഷന്റെ പല പ്രവർത്തനത്തിലും 50 ലക്ഷത്തോളം വുമൺ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ആൻഡ് അതില് മെജോറിറ്റി ആളുകൾക്കും ഫിനാൻഷ്യൽ കിട്ടിയിട്ടുണ്ട്. അതിന് ഭാഗമായിട്ട് ദേ ഹാവ് സ്റ്റാർട്ടഡ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഈ പറഞ്ഞ കന്നുകാലി വളർത്തലായാലും കോഴി വളർത്തലായാലും ഈ പറഞ്ഞ അലൈഡ് ആക്ടിവിറ്റീസ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി ഇപ്പൊ ആടിനെ വാങ്ങാൻ, പശുവിനെ വാങ്ങാൻ, അല്ലെങ്കിൽ കോഴി വളർത്താനൊക്കെ ഉണ്ടാവും, ലോൺ കൊടുക്കാറുണ്ട്. സോ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് കൂട്ടുകയാണ് അവര്. ഈ പറഞ്ഞ സ്ത്രീകൾക്കിടയിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്, എന്റെ കുട്ടികളോട് പറയുന്ന കാര്യമാണ്. ഇപ്പം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം അത് നടപ്പിലാവണമെങ്കിൽ ഫസ്റ്റ് വേണ്ടത് എന്താണ്, സ്വന്തം കയ്യിൽ നിൽക്കാനായിട്ടൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായിരിക്കണം. ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാതിരിക്കുമ്പോഴാണ് എന്ത് എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ നേരത്തെ സിനിമ പറഞ്ഞ പോലെ ഭർത്താവിന്റെ കാച്ചുവട്ടിൽ ഇരിക്കുകയാണ് ഭാര്യയുടെ കടമ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ എന്താണ് ഈ പറഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ അഭിപ്രായത്തിന് വില ഉണ്ടാവും, അവരുടെ ഒപ്പീനിയന് വില ഉണ്ടാവും. അതുപോലെ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്താ അതിനെല്ലാം അവകാശം കിട്ടുന്നു. എന്നാൽ സ്ത്രീകൾക്ക് അവകാശം കിട്ടണമെങ്കിൽ ഷീ നീഡ് ടു ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിന്റ്. കാരണം ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ എന്താ ഷീ ഈസ് ഫേസിങ് സം ഡിസ്ക്രിമിനേഷൻ. വീട്ടിൽ തന്നെ കാണാം, നമ്മുടെ വീട്ടിൽ തന്നെ നോക്കും, നമ്മള് ആൺകുട്ടിയോടും പെൺകുട്ടിയോടും ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെ ആയിരിക്കും, രണ്ട് രീതിയിലായിരിക്കും. there are some limitations for girl, there are more freedom for boys. ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാളും എന്താ ഫ്രീഡം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ചില ലിമിറ്റേഷൻ ആയാലും റെസ്ട്രിക്ഷൻ ആയാലും മെജോറിറ്റി കിട്ടുന്നത് എന്താ പെൺകുട്ടികൾക്കാണ്. പണ്ടൊരു ആക്ട്രസ് പറഞ്ഞ പോലെ ഒരു വീട്ടില് എക്സ്ട്രാ മീൻമർത്ത് വന്നു കഴിഞ്ഞാൽ അത് ആൺകുട്ടി കിട്ടുമെന്ന് പറഞ്ഞല്ലേ. അതൊന്ന് തമാശയായിട്ടല്ലെന്ന് പറഞ്ഞു, എല്ലാവരും ട്രോളി. പക്ഷെ ആക്ച്വലി കാണിക്കുന്നത് എന്താണ്, അന്തക്കാലത്തെ നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റ് ആണ്. അതുപോലെ പണ്ട് പറയുകയാണെങ്കിൽ ഭർത്താവ് കഴിച്ച ശേഷമായിരിക്കണം ഭാര്യ കഴിക്കേണ്ടത്, ഇങ്ങനെ കുറെ ആചാരം ഉണ്ടായിരുന്നല്ലോ. സോ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ അതിനൊക്കെ മാറ്റമുണ്ട്, നല്ല കാര്യം. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ കുടുംബശ്രീ സ്ട്രക്ചർ. ആൻഡ് യു ക്യാൻ സി ഈ കുടുംബശ്രീയുടെ പ്രധാനം നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ത്രിഫ്റ്റ്. നമ്മൾ പറയുന്ന ഈ ലോൺ ഉണ്ടല്ലോ, ആക്ച്വലി ലോൺ. ഈ അയൽക്കൂട്ടങ്ങള് ഈ പറഞ്ഞ അവർക്കിടയിൽ എന്ത് ചെയ്യുന്നു, ലോൺ എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട്. സോ ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് ദിസ് കുടുംബശ്രീ മിഷൻ ഇസ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് മൈക്രോ ക്രെഡിറ്റ് ടു ദ മെമ്പേഴ്സ്. ഇവർക്കിടയിൽ ഈ അയൽക്കൂട്ടങ്ങളിടയിൽ ആവശ്യമുള്ള ആളുകൾക്ക് ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കന്നുകാലി വളർത്തലോ അല്ലെങ്കിൽ കോഴി വളർത്തലോ അല്ലെങ്കിൽ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലോൺ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയൊരു എമൗണ്ട് ഈ പറഞ്ഞ ത്രിഫ്റ്റ് ഓർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പറഞ്ഞ ലോൺ വഴി ദേ ക്യാൻ ജനറേറ്റ് ഇൻകം ജനറേഷൻ ആക്ടിവിറ്റി. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആക്ടിലേക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഏർപ്പെടാം. ആൾസോ ഈ പറഞ്ഞ നെയ്ബർ ഗ്രൂപ്പ് ആയാലും അതുപോലെ അതിന് മേലെ വരുന്ന എല്ലാ ഗ്രൂപ്പും സർക്കാർ പറയുന്ന ചട്ടക്കൂടിൽ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. സോ ഈവൻ ദോ ദിസ് നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്, അയൽക്കൂട്ടങ്ങൾ ഓട്ടോണമസ് ആണ്. അതുപോലെ ആർക്കിൽ എൻഡ് ചെയ്യണം എന്നൊക്കെ എന്ത് ചെയ്യാം, അവർക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷേ ദേ ആർ ബൗണ്ട് ടു ആക്ട് വിത്ത് ദ കുടുംബശ്രീ ലോ. കുടുംബശ്രീയുടെ ലോയോട്ട് എന്ത് ചെയ്യണം, അവരെ അബൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവിടെ നടക്കുന്ന ലോണ്, ഇപ്പം ആർക്കെങ്കിലും ലോൺ കൊടുക്കുകയാണെങ്കിൽ ഈ ആൾക്കൂട്ടം വഴി ആർക്കെങ്കിലും പൈസ കൊടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. എന്താവശ്യത്തിന് കൊടുത്തു, എന്തിനാണ് കൊടുത്തേക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് രേഖ ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മുടെ കേരളത്തില് നമ്മുടെ ഏറ്റവും കൂടുതൽ തിരിച്ചടവുള്ള ഒരു കാറ്റഗറിയാണ് കുടുംബശ്രീ മിഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ലോൺ ബാങ്ക് ഉണ്ടല്ലോ, ബാങ്കുകള്, നമ്മുടെ കേരളത്തിലുള്ള ബാങ്കുകൾ ധൈര്യപൂർവ്വം എന്ത് ചെയ്യാറുണ്ട്, ഈ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് ലോൺ കൊടുക്കാറുണ്ട്. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീകാർക്ക് ലോൺ കൊടുക്കുമ്പോൾ ഈ ലോൺ തിരിച്ചു കിട്ടാൻ എന്താ വളരെ ഹൈ ചാൻസ് ആണ്. കാരണം മെജോറിറ്റി ഓഫ് ദ ലോണുകളും കൃത്യമായ ടൈമിൽ റീപേ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്
ഈ പറഞ്ഞ ബാങ്ക് കുടുംബശ്രീക്ക് ലോൺ കൊടുക്കുമ്പോൾ റിസ്ക് കുറവാണ്. കാരണം എന്താ, ഇതുവരെയുള്ള ഹിസ്റ്ററി അനുസരിച്ച് നോക്കുമ്പോൾ, ഇഫ് യു ആർ കൺസിഡറിംഗ് ദ ഹിസ്റ്ററി till now, the repayment of loan which is taken by കുടുംബശ്രീ is very high. അതുകൊണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് ആണ്, ഇവർക്ക് കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. അതുപോലെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് എന്ത് ചെയ്യാം, ചില ഇൻസെന്റീവ്സും അല്ലെങ്കിൽ ചില സബ്സിഡീസ് എന്ത് ചെയ്യാം, ബാങ്കിന് കൊടുക്കാം. കാരണം തിരിച്ചടവുണ്ട്, കൃത്യമായ തിരിച്ചടവുണ്ട്. സോ ദേ വിൽ പ്രൊവൈഡ് ലോൺ അറ്റ് എ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആൻഡ് ഈ പറഞ്ഞ ഇവർക്കിടയിൽ കേസ് ഈ പൈസ പിരിക്കുന്നുണ്ടാവും. നമ്മൾ പറയുന്നത് എന്താ, ചിട്ടിയില്ലേ, ചിട്ടി എന്നല്ല പറഞ്ഞ ചിട്ടി. നമ്മുടെ കുടുംബശ്രീ NH അയൽക്കൂട്ടത്തിനിടയിൽ ദേ മേ പൂൾ ഫണ്ട്സ് ടുഗദർ. അവരെന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോ അവരുടെ ഇടയിൽ ഫണ്ട് പൂൾ ചെയ്യാറുണ്ട്. ലൈക്ക് എല്ലാവരും 500 രൂപ വെച്ച് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ എല്ലാ മാസവും ഇങ്ങനെ ഇടുന്നു. എന്നിട്ട് അതിൽ നിന്ന് നറുക്കിട്ട് ഒരാൾക്ക് പൈസ കൊടുക്കുന്നു. അതാണ് ത്രിഫ്റ്റ് എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന പൂൾഡ് സ്മോൾ സേവിങ്സ്, പൂൾഡ് സ്മോൾ റെഗുലർ സേവിങ്സ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അതുപോലെ ലോൺ ഉണ്ട്, ഈ ADSും CDSും ഒക്കെ ലോൺ പലപ്പോഴും സാങ്ഷൻ ആവാറുണ്ട്. ഈ പറഞ്ഞ കന്നുകാലി വളർത്തലിനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംരംഭം തുടങ്ങാനായിട്ടോ ഒക്കെ ലോൺ കൊടുക്കും. അതുവഴി എന്ത് ചെയ്യാറുണ്ട്, ലോൺ ലഭിക്കാറുണ്ട്. ഈ പറഞ്ഞ ഗ്രൂപ്പ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്, ആർക്ക് അല്ലെ എന്തിന് ലോൺ കൊടുക്കണം ഒക്കെ സെലക്ട് ചെയ്യുന്നവരായിരിക്കും. അത് പ്രധാനമായിട്ട് സെലക്ട് ചെയ്തത് അവരുടെ ഇൻകം, അതുപോലെ അവർ നേരിടുന്ന ചലഞ്ചസ്, അതെല്ലാം അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും ഈ ലോണൊക്കെ പലപ്പോഴും കൊടുക്കുന്നത്. ഈ ത്രിഫ്റ്റ് പറയുമ്പോൾ എല്ലാ മാസവും, എനിക്ക് എല്ലാ മാസവും തോന്നുന്നു, എല്ലാ മാസവും ഒരു എമൗണ്ട് കളക്ട് ചെയ്യും. എല്ലാ മാസവും അല്ലേ, അതെ, എല്ലാ മാസവും ഒരു എമൗണ്ട് കളക്ട് ചെയ്യും. ഓരോ മാസവും ഓരോരുത്തർക്ക് എന്താ ഫണ്ട് കൊടുക്കും. അതുപോലെ ഇങ്ങനെ പൈസ കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് തിരിച്ചടക്കുകയും വേണം, തിരിച്ചടക്കുകയും ചെയ്യണം. സോ അതാണ് ഇന്റേണൽ ലോൺ എന്ന് പറഞ്ഞാൽ. ഇന്റേണൽ ലോൺ ഈസ് ഗിവൺ ടു ഡിസേർവിംഗ് മെമ്പേഴ്സ് ഫ്രം ദ പൂൾഡ് സ്മോൾ സേവിങ്സ് ഓർ ത്രിഫ്റ്റ് ടു നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്. Then അതുപോലെ കുടുംബശ്രീയുടെ ചില ഇനിഷ്യേറ്റീവ്സ് നോക്കുമ്പോൾ, ഇറ്റ് പ്രൊമോട്ടഡ് ദ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ലെസ് പ്രിവിലേജ്ഡ് വുമൺ. മാർജിനൈസ്ഡ് ആയിട്ടുള്ള വുമണിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്ന റോള് കുടുംബശ്രീക്കുണ്ട്. അതുപോലെ ദർ ഈസ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്സ് അണ്ടർ കുടുംബശ്രീ. സോ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് they have initiated creation of joint liability groups, and these joint liability groups are collective farming groups ആണ്. സോ ഈ പറഞ്ഞ കുടുംബശ്രീ അവർ ഒരുമിച്ച് നിന്ന്, അവരുടെ മെമ്പേഴ്സ് ഒരുമിച്ച് നിന്ന്, സപ്പോസ് ഒരു 10 പേര് ഒരുമിച്ച് നിന്ന്, they will form joint liability groups and they will initiate some agricultural activity. ഇപ്പോ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ നെൽകൃഷിയോ ഒക്കെ എന്ത് ചെയ്യാം, അവർക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. സോ നേരത്തെ പറയുമ്പോൾ ഈ പറഞ്ഞ വുമൺ they were workers, കാർഷിക തൊഴിലാളിയായിരുന്നു. ഇപ്പൊ പറയുമ്പോൾ എന്താ, they are actually conducting the agricultural activity. നേരത്തെ അവർ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്സ് വന്നു കഴിഞ്ഞാൽ, ആഫ്റ്റർ ക്രിയേറ്റിംഗ് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്സ്, ഇവരെന്ത് ചെയ്യുന്നു, ഇവർ സ്വമേധയാ കൃഷി നടത്തുന്നു, പല അഗ്രികൾച്ചർ ആക്ടിവിറ്റി നടത്തുന്നു. ഇറ്റ്സ് ലൈക്ക് ഓഫ് കളക്റ്റീവ് ഫാമിംഗ് ആണ്, കൂട്ടുകൃഷിയാണ്. ഒരുമിച്ച് നിന്ന് അവർ ജോലി ചെയ്യുന്നു. ഇപ്പം പ്രത്യേകിച്ച് പച്ചക്കറി കൃഷി, നിങ്ങൾ ഓണസമയത്തൊക്കെ കുടുംബശ്രീയുടെ ചന്തയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ കാണാം, ഇന്ന ഏരിയയിലെ കുടുംബശ്രീ കൊണ്ടുവന്ന സാധനങ്ങൾ, ഇന്ന ഏരിയ കുടുംബശ്രീ കൊണ്ടുവന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ് കാണാം. അപ്പൊ അതെന്താ, ഈ കളക്റ്റീവ് ഫാമിന് ഭാഗമായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ സ്നേഹിത ഹെൽപ്പ് ലൈൻ, നേരത്തെ പറഞ്ഞല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കെതിരെയുള്ള അല്ലെങ്കിൽ അവർ ഡിസ്ട്രസ് ഫേസ് ചെയ്യുന്ന വുമണെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു ഹെൽപ്പ് ലൈൻ ആണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് ബൈ കുടുംബശ്രീ. 24 hour ഉള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആണ്. സോ വുമൺ ആൻഡ് ചിൽഡ്രൻ ഫേസിങ് സം ഇഷ്യൂസ്, അവർക്ക് അസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നു. ഡിഫറെന്റ് സർവീസ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നു. ലീഗൽ അസിസ്റ്റൻസും മെഡിക്കൽ അസിസ്റ്റൻസും ഒക്കെ എന്താ ഹെൽപ്പ് ഡെസ്ക് വഴി കുടുംബശ്രീ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ആസ് എ പാർട്ട് ഓഫ് എൻഷുറിംഗ് സേഫ് ജേർണി ഓഫ് വുമൺ, കുടുംബശ്രീ ഡെവലപ്ഡ് എ പൂൾ ഓഫ് 226 വുമൺ ഡ്രൈവേഴ്സ്. സോ സ്ത്രീകൾക്ക് ട്രെയിനിങ് കൊടുത്ത് ഡ്രൈവിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്ത് അങ്ങനെ എന്താ അവരുടെ വാഹനങ്ങൾ, ഇപ്പം ഓട്ടോ ആയാലും അല്ലെങ്കിൽ കാർ ആയാലും എന്താ അതൊക്കെ എടുക്കാനായിട്ട് സഹായിക്കുന്നു. പ്രധാനമായിട്ടും ഈ പറഞ്ഞ എംപ്ലോയബിലിറ്റി ഇടുന്നു. അതുപോലെ തന്നെ എന്താ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനായിട്ട് സ്ത്രീകളുടെ തന്നെ വാഹനങ്ങൾ അവിടെ എത്തുന്നു.
അതുപോലെ ഹരിത കർമ്മസേന ഉണ്ടല്ലോ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോർഡിയുടെ കീഴിൽ വരുന്ന ഹരിത കർമ്മസേന, അതിന് അവർക്കുള്ള ട്രെയിനിങ് എന്ത് ചെയ്യാറുണ്ട്, കുടുംബശ്രീ കൊടുക്കാറുണ്ട്. അതുപോലെ ഹർഷം പ്രോഗ്രാം ഇത് 2018 കൊണ്ടുവന്ന പ്രോഗ്രാമാണ്. നമ്മുടെ കേരളത്തിലെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ എൽഡർലി പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് ദർ ഈസ് എ നീഡ് ഫോർ ജെറിയാട്രിക് കെയർ. നമ്മൾ പറയുന്ന എൽഡർലി പീപ്പിളിനെ കെയർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, ആളുകളുടെ ഡിമാൻഡ് ഉണ്ട്. സോ ദർ ഈസ് എ ഡിമാൻഡ് ഫോർ നഴ്സസ് ഓർ ഡിമാൻഡ് ഫോർ കെയർ ഗീവേഴ്സ് ഇൻ ദ ജെറിയാട്രിക് കെയർ. നമ്മൾ പറയുന്ന എൽഡർലി പേഴ്സൺസിന്റെ കെയറിന് വേണ്ടിയിട്ടൊരു ഡിമാൻഡ് ഉണ്ട്. ആൻഡ് അതിനു വേണ്ടിയിട്ട് in order to provide caregivers to geriatric care, ഈ പറഞ്ഞ കുടുംബശ്രീയുടെ ഇനിഷ്യേറ്റീവില് വുമൻസ് വെർ ഗിവൺ ട്രെയിനിങ് പ്രോഗ്രാംസ്. അവർക്ക് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു വിത്ത് അസിസ്റ്റൻസ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻ സെലക്ടഡ് ഹോസ്പിറ്റൽസ്. അങ്ങനെ അതുവഴി എന്താ, ഈ പറഞ്ഞ വുമൺ ഗെറ്റ് ട്രെയിൻഡ് ആസ് കെയർ ഗിവേഴ്സ്, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കെയർ ഗിവേഴ്സ് ആയിട്ട് മാറുന്നു. അങ്ങനെ ഇവർക്ക് എന്ത് ചെയ്യാം, പല എൽഡർലി പേഴ്സൺ നോക്കാനായിട്ട്, അല്ലെങ്കിൽ പല ഹൗസ് ഹോൾഡില് കെയർ ഗീവേഴ്സ് ആയിട്ട്, നമ്മൾ പറയുന്ന നേഴ്സസ് ആയിട്ട്, അതൊക്കെ എന്ത് ചെയ്യാം, മറ്റേ ഹോസ്പിറ്റൽ നേഴ്സ് അല്ല, ഈ പറഞ്ഞ കെയർ നേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, ദേ ക്യാൻ ഗെറ്റ് ജോബ്. സോ എംപ്ലോയബിലിറ്റി എന്താ, കൂടുകയാണ്. സോ ഹർഷം സ്കീം ഇസ് മെയിൻലി aiming to give training to കുടുംബശ്രീ members so that they can act as caregivers for elderly population. സോ ഓൾഡ് ഏജ് ആയിട്ടുള്ള പോപ്പുലേഷന്റെ അവരുടെ കെയർ ടേക്കർ ആയിട്ട് എന്ത് ചെയ്യാം, ഇവർക്ക് മാറാം. സോ ദാറ്റ് ഈസ് ഹർഷം സ്കീം. അടുത്തത് പ്രത്യാശ സ്കീം. സോ പ്രത്യാശ സ്കീം നോക്കുവാണെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ മിഷൻ പ്രോത്സാഹിപ്പിച്ചു വരുന്ന ഉപജീവന ഉപാധിയാണ് കുടുംബശ്രീ സൂക്ഷ്മ സംരംഭങ്ങൾ. സോ പ്രധാനമായിട്ടും എന്താ, നമ്മുടെ സംരംഭത്വമാണ്. ഇവിടെ നോക്കുമ്പോൾ സംരംഭത്വം, ഓണ്ടർപ്രണർഷിപ്പ്, അത് സെറ്റപ്പ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇനിഷ്യേറ്റീവ് ആണ് പ്രത്യേക സ്കീം. ആൻഡ് ഇതിൽ പറയുന്നുണ്ട് മാർജിനൈസ്ഡ് ആയിട്ടുള്ള, പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ദരിദ്ര ജനവിഭാഗങ്ങൾ ഉൾപ്പെടുന്ന കുടുംബശ്രീ സ്ത്രീകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും തൊഴിലവസരം സൃഷ്ടിക്കുകയും സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പാക്കുകയും ആണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. വിച്ച് മീൻസ് ഇവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടുക, അതുപോലെ ഇവർക്കൊരു എംപ്ലോയബിലിറ്റി ഇൻക്രീസ് ചെയ്യുക. സോ സെൽഫ് എംപ്ലോയ്മെന്റും അതുപോലെ ഇവർക്കുള്ള ട്രെയിനിങ്ങും എന്താ ഇതിന്റെ ഭാഗം വരുന്നുണ്ട്, പ്രത്യാശ സ്കീം വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് പ്രത്യാശ സ്കീം. ദെൻ അറൈസ് സ്കീം, ഇത് നമ്മുടെ ഫ്ലഡ് ആക്ടിവിറ്റിക്ക് ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഫ്ലഡ് ആക്ടിവിറ്റിക്ക് ശേഷം ഗവൺമെന്റ് കുടുംബശ്രീ മിഷൻ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് അറൈസ് സ്കീം. ഇതൊരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമാണ്. ഈ പറഞ്ഞ സ്ത്രീകൾക്ക് സ്കില്ലിങ് കൊടുക്കുക പല മേഖലയില്. ഇപ്പം നമ്മൾ പറയുന്ന എന്താണ്, തയ്യൽ, അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡ്രൈവിങ്, ഇവർക്ക് പറ്റുന്ന സ്കില്ലിങ് കൊടുക്കുക. അതാണ് അറൈസ് എന്ന് വെച്ചാൽ അക്വയറിംഗ് റെസിലിയൻസ് ആൻഡ് ഐഡന്റിറ്റി ത്രൂ സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ്. സോ ഇറ്റ്സ് എ സ്കിൽ ക്യാമ്പയിൻ ആണ് ഈ പറഞ്ഞ അറൈസ് എന്ന പ്രോഗ്രാം. അതുപോലെ ഫ്ലഡ് സമയത്തും അതുപോലെ കോവിഡ് സമയത്തും നമ്മൾ കണ്ടാണ് കുടുംബശ്രീയുടെ ഭാഗമായിട്ട് ധാരാളം ഇനിഷ്യേറ്റീവ് നമ്മൾ കണ്ടിരുന്നു. നമ്മുടെ വിശപ്പ് രഹിത കേരള പദ്ധതി അത് നടപ്പിലാക്കുന്നതിൽ വലിയൊരു റോള് കുടുംബശ്രീക്ക് നമുക്കുണ്ടായിരുന്നു കോവിഡ് സമയത്ത്. അതുപോലെ ജനകീയ ഹോട്ടൽ, ഇല്ലേ, പറയുന്ന ജനകീയ ഹോട്ടലുകൾ, അതിന്റെ നടത്തിപ്പ് കുടുംബശ്രീയാണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, കുടുംബശ്രീ ഗ്രൂപ്പ്സ് ആണ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞ ഫ്ലഡ് അഫക്ട് ചെയ്ത ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതുപോലെ പല ഈ ഫ്ലഡ് അഫക്ട് ചെയ്ത ആളുകളുടെ അവര് റിലീഫ് ക്യാമ്പിന്റെ സമയത്ത് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്തു, കൗൺസിലിംഗ് കൊടുത്തു. അതുപോലെ ഇവർക്ക് വേണ്ട ഷെൽട്ടർ ഒരുക്കാൻ സഹായം ചെയ്തു. സോ ഈ പറഞ്ഞ കേരളത്തിന്റെ സർവോന്മുഖമായിട്ടുള്ള മേഖലയിലും കുടുംബശ്രീ മിഷൻ. ഇപ്പം പല മേഖലയിലും കുടുംബശ്രീ മിഷന്റെ ഒരു കയ്യൊപ്പ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയും.